രാമന്തളി മുഹമ്മദ് സാഹിബ് അവർകൾ അദ്ദേഹമാണ് പ്രഭാഷണം നടത്തുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بأيدينا كلت خيرتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. المدد المدد المدد. വന്യരായ ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദ്, അലവിദാരിമി തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മനിരതരായ പ്രവർത്തകരുമുള്ള വളരെ സന്തോഷദായകമായൊരു മജ്ലിസിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നതുകൊണ്ടും ഞാനീ പറയുന്ന കാര്യങ്ങളുടെ ആമുഖം ആധികാരികമായി തന്നെ പറയേണ്ടവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിയിൽ ഇനി അതിന്റെ വിശദീകരണം എന്റെ തൊട്ടു പിന്നാലെ ക്ലിപ്പിങ്ങുകൾ സഹിതം തന്നെ വരാനുള്ളതുകൊണ്ടും സമയം പരിമിതമായതിനാലും ഞാൻ വളരെ ചുരുക്കിയിട്ട് ക്ലിപ്പിംഗ് പ്രഭാഷണത്തിന് വേണ്ടി സമയം വിട്ടുകൊടുക്കുകയാണ്. കാരണം എനിക്ക് പറയാനുള്ളത് പറയുന്നതിന്റെ 3 ഇരട്ടി സമയമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ക്ലിപ്പിങ്ങിന് വേണ്ടതുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സമൂഹത്തിന്റെ ശക്തമായ ഇന്നലകളിലെ പ്രവർത്തനങ്ങൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കുന്നതിനിടയിലാണ് 10-25 വർഷം മുമ്പ് സമസ്തയെന്ന വടവൃക്ഷത്തെ വലിച്ചു തകർത്തിടാൻ ശ്രമിച്ചുകൊണ്ട് എന്റെ പഴയകാല നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുവരെ സുന്നികളായ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം എല്ലാ മഹല്ലത്തുകളിലും വളരെ സൗഹൃദത്തിലും ഏകോദര സഹോദരന്മാരെ പോലെയും കഴിഞ്ഞുകൂടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ രംഗപ്രവേശനത്തോടെ, അദ്ദേഹത്തിന്റെ പ്രാസ്ഥാനികമായ പുതിയ രംഗപ്രവേശനത്തോടെ കുടുംബങ്ങളിൽ ജ്യേഷ്ഠനും അനുജനും പിതാവും മക്കളും തമ്മിൽ പരസ്പരം കലഹങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ കത്തിക്കുത്തുകൾ പോലും ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മദ്രസകൾ വളരെ സുസജ്ജമായ സംവിധാനങ്ങളോടെ നടന്നിരുന്ന മഹല്ലുകളിൽ മദ്രസകൾക്കിടയിൽ ഇടച്ചുമരുകൾ തീർത്ത് നമുക്ക് നമ്മുടെ മക്കൾ, ജ്യേഷ്ഠന്റെയും അനുജന്റെയും മക്കൾ പരസ്പരം കാണാൻ പറ്റാത്തവരായി മാറി. ഒരുപാട് കത്തിക്കുത്തുകൾ മാത്രമല്ല, കൊലപാതകങ്ങൾ വരെ കേരളത്തിൽ നടക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്നും അന്വേഷണത്തിൽ പിടികിട്ടാത്ത, പ്രതികളെ പിടികിട്ടാത്ത ഒരുപാട് പാവപ്പെട്ട മുഅല്ലിങ്ങളുടെ മരണത്തിന് പോലും കാരണമാവും വിധം പിളർപ്പിന്റെയും പ്രതിലോമ പ്രവർത്തനത്തിന്റെയും കാരണക്കാരനായി എന്റെ പഴയകാല നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രവർത്തിച്ചതിന്റെ ഒരുപാട് വേദനയുള്ള കഥകൾ കേരളത്തിൽ നാം അയവിറക്കാറുണ്ട്, അനുഭവിക്കാറുണ്ട്. അങ്ങനെ മുന്നോട്ടു പോയ
കേരള മുസ്ലിംകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഐക്യത്തെ തകർത്ത് ഛിദ്രതയുടെ വിത്തുപാകിയ കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് SKSSF-ഉം സമസ്തയും സമസ്തയുടെ മറ്റ് കീഴ്ഘടകങ്ങളുമൊക്കെ രംഗത്ത് വരികയും ശക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തപ്പോ സമൂഹത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്നും ആളുകൾ സമസ്തയുടെ പാതയിലേക്ക് വരാൻ തുടങ്ങി. സമസ്തയുടെ നേതാക്കളെ തെറ്റിദ്ധരിച്ചവർ, സമസ്തയുടെ പണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്തിന്റെ വീര്യം പോരെന്ന് പറഞ്ഞവർ, ആ പറഞ്ഞതിന്റെ പേരിൽ തെറ്റിദ്ധാരണയിൽ ആണ്ടുപോയിട്ട് ആ ബന്ധമുപേക്ഷിച്ച് കാന്തപുരത്തോടൊപ്പം ചേർന്നവർ, ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട പ്രവർത്തകർ, ഒരുപാട് സാധാരണക്കാരും പണ്ഡിതന്മാരും. അങ്ങനെ കാന്തപുരത്തെ വിശ്വസിച്ചു പോയിരുന്നൊരു സമൂഹം ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രസംഗങ്ങളുടെ, പ്രഭാഷണങ്ങളുടെ ശക്തമായ പ്രബോധനത്തിന്റെ വേലിയേറ്റത്തിൽ ഇതാണ് സത്യമെന്നും കാന്തപുരം പറയുന്നത് അസത്യമാണെന്നും തിരിച്ചറിഞ്ഞ് തിരിച്ചറിവുകൾ ഉണ്ടായിട്ട് ആളുകൾ തിരിച്ചു പറഞ്ഞ അന്തരീക്ഷങ്ങളുണ്ട്. ഈ നാട് തന്നെ പരിശോധിക്കാം. ഇവിടെ ഇന്നും കാന്തപുരം വിഭാഗത്തിന്റെ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ ശബ്ദം ഏതെങ്കിലും മാവിൻ ചുവട്ടിലോ തെങ്ങിൻ ചുവട്ടിലോ ഒളിച്ചിരുന്ന് കേൾക്കുന്ന നിങ്ങളുണ്ടാകുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ എന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പരിസരത്ത് എവിടെയെങ്കിലും നിന്ന് ഓഡിയോ റെക്കോർഡെങ്കിലും ചെയ്യുന്നവരുണ്ടാകും. അവരോടൊക്കെ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് എല്ലാ കെട്ടുപാടുകളും മറന്ന് നിഷ്പക്ഷമായി ഏറ്റവും കൃത്യമായി നിങ്ങൾ സ്വയം ഒരു അവലോകനം നടത്തിയാൽ ആ അവലോകനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സത്യമുണ്ട്. എന്താ സത്യം? നിങ്ങൾ കൃത്യമായി നിങ്ങളെ മനസ്സ് നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ SSF-കാരനാണെങ്കിലും ഞാൻ SYS-കാരനാണെങ്കിലും ഞാൻ മർക്കസിൽ പോകാറുണ്ടെങ്കിലും കാന്തപുരം കൊണ്ടുവന്ന മുടിയിട്ട വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിലും എന്തോ ഒരു ചോദ്യം എന്റെ മനസ്സിൽ നിന്ന് ഉയരുന്നുണ്ടെന്ന് സ്വയം വിളിച്ചു പറയുന്ന സാഹചര്യം നിങ്ങൾക്കില്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇല്ലേ? SSF-കാരാണ് ഞാൻ ചോദിക്കുന്നത്. SKSSF-ന്റെ പ്രവർത്തകരോട് എനിക്കൊന്നും ഈ വിഷയത്തിൽ കാര്യമായി പറയാനില്ല. കാരണം എന്നെക്കാൾ മുമ്പേ സത്യത്തിന്റെ പാതയിൽ ഉറച്ചുനിന്ന് പ്രവർത്തിച്ച് എനിക്ക് പോലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കാരണക്കാരായവരാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്ന SKSSF. ഈ സത്യത്തിനു വേണ്ടി ശക്തമായി നിലനിന്നിട്ട് ശക്തമായി ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നില്ലായിരുന്നുവെങ്കിൽ ചിലർ പറയും പോലെ നമുക്കിത് നിർത്തിക്കൂടെ, നമ്മളെ നിർത്തിക്കൂടെ എന്ന് SKSSF ഈ സംവിധാനം നിർത്തിയിട്ട് ഇത് വിശദീകരിക്കുന്നത് നിർത്തിയിരുന്നെങ്കിൽ എന്നെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ഹിദായത്തിന്റെ ഈ വെള്ളി വെളിച്ചം കാണാൻ കഴിയുമായിരുന്നോ? SKSSF തുടർന്നത് എന്നെപ്പോലെയുള്ളവർക്ക് സത്യത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞു. ഒരുപാട് ആളുകൾക്ക്. എത്ര ആളുകൾക്കാ? കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ കയറാൻ പോകുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് 3 മുസ്ലിയാമാരെ കണ്ടു. ട്രെയിനിലുണ്ട്. എന്നെ കണ്ടപ്പോൾ അവർ വിളിച്ചു, ഇവിടെ വന്നിരിക്കൂ രാമന്തളി എന്ന് പറഞ്ഞു. എനിക്ക് പരിചയമുള്ളവരാണ്. യൂണിഫോം കണ്ടാൽ തന്നെ അറിയാം. അല്ലാതെയും എനിക്ക് പരിചയമുള്ള സഖാഫിമാരാണവർ. ആ സഖാഫിമാർ എന്നെ വിളിച്ചടുത്തിരുത്തിയിട്ട് പറഞ്ഞു, എന്തായാലും നിങ്ങളെ പ്രസംഗമൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലൊന്നല്ല, ഞങ്ങൾ പഴയ സംഘടനയിൽ തന്നെ ഉണ്ട്. പക്ഷേ ആ പൊന്മള ഉസ്താദിനെ പറ്റി പറയുന്നത് ഒന്നുകൂടി കൂട്ടി പറയണം. അപ്പൊ ഇത് ഹക്കാണ് ഞാൻ പറയുന്നത്. കുറച്ചു കാലം കഴിഞ്ഞാൽ ആരാ നിങ്ങൾ ചോദിച്ചോളൂ. അപ്പൊ ഞാൻ അവരെ ചൂണ്ടിക്കാണിച്ചു തരും നമ്മളെ വേദിയിൽ. ആ നിലയിലേക്ക് ആളുകളുടെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. പുതിയ സക്കാഫിമാരല്ല ഇത്, പഴയ സക്കാഫിമാർ. 26 കൊല്ലം മുമ്പ് ഞാൻ മർക്കസിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 സക്കാഫിമാരും പുതിയ മറ്റൊരാളും. അയാൾ അത്ര പുതിയതല്ല, 10-12 കൊല്ലം പഴക്കമുള്ള സക്കാഫിയായിട്ടുള്ള ഒരാള്. എന്താ അവരിത് പറയാൻ കാരണം? അയാൾ ഹബീബിന്റെ തിരികേശം കത്തുമെന്ന് പറയുന്നവർ, ഹബീബിന്റെ തിരികേശത്തിന് നിഴലുണ്ടാകുമെന്ന് പറയുന്നവർ ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ പൊന്മളയിലൂടെ ജനിച്ചു വരികയാണ്. അതുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ പറ്റി പറയുന്നത് നിങ്ങൾ കുറച്ചാലും വേണ്ടില്ല, പൊന്മളയെക്കുറിച്ച് പറയുന്നത് കൂട്ടണമെന്ന് അവരുടെ വാചക ഞാൻ പറഞ്ഞത്. കാന്തപുരത്തെ പറയുന്നത് കുറച്ചാലും വേണ്ടില്ല, പൊന്മളയെക്കുറിച്ചും പേരോടിനെ കുറിച്ചും പറയുന്നത് നന്നായി പറയണം. അത് സമൂഹത്തിന് ഉപകാരമുണ്ടാകുന്നുണ്ട്, തിരിച്ചുണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നതാരാ? AP വിഭാഗത്തിലെ അവരുടെ കൂടെയുള്ള, അവർക്കൊപ്പം അവരുടെ പള്ളിയിൽ തന്നെ ഇന്നും ജോലി ചെയ്ത നിങ്ങളുടെ വേണ്ടപ്പെട്ട സഖാഫിമാർ.
അതാ ഞാൻ ചോദിക്കുന്നത്. ഈ സഖാഫിമാരായ കിതാബോധി പഠിച്ച ആളുകൾക്ക് പോലും സത്യം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ എസ്എസ്എഫുകാരാ, ഞാൻ ചോദിച്ചതുപോലെ നിന്റെ മനസ്സ് പറയുന്നില്ലേ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തോ ഒന്ന് യാഥാർത്ഥ്യമല്ല എന്ന് ഉറപ്പുള്ള എന്ന് നിങ്ങളെ മനസ്സ് പറയുന്നില്ലേ? നിങ്ങളെ മനസ്സിലെ മർക്കസിലെ മുദരിസാണ് കൗസർ സഖാഫി. ഇവിടെ ക്ലിപ്പ് വരുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അയാൾ എന്താ പറഞ്ഞത്? എല്ലാ പ്രശ്നവും തീർന്നു, ഇവിടെ എല്ലാം തീർന്നു എന്നാ പറഞ്ഞു. ലാസ്റ്റ് മൂപ്പര് ചോദിക്കാണ്, എല്ലാം തീർന്നു, യുദ്ധത്തിൽ നമ്മൾ ജയിച്ചു, അവസാനം ഒരു സംശയം ബാക്കിയുള്ളൂ, തല ബാക്കിയുണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞ പോലെ മൂപ്പര് പറയാണ്, എല്ലാം റെഡിയാണ്, എല്ലാം തീർന്നിട്ടുണ്ട്, പക്ഷെ ഇതിന് ഷേർ മുബാറക് ആണോ അല്ലേന്നൊന്ന് അറിഞ്ഞാൽ മതി. മർക്കസിലെ മുദരിസാണ്, അധ്യാപകനല്ല മുദരിസ്, അറബി തന്നെ പറയണം. മർക്കസിലെ മുദരിസ്, മർക്കസ് ശരീഅത്ത് കോളേജിൽ നിന്ന് സഖാഫികളെ സൃഷ്ടിച്ചുവിടുന്ന കോളേജിലെ സഖാഫികൾക്കിടയിലെ ഉസ്താദുമാർക്കിടയിലെ ശ്രദ്ധ ഹാഫിൽ കൗസർ സഖാഫിയ പറയുന്നത് ഇങ്ങനെ. അപ്പൊ അവർക്കിടയിലുള്ള പണ്ഡിതന്മാർക്ക് പോലുള്ളൊരു വിഷയം, എന്റെ നീ എന്തിനാ ഇതിൽ പേറി നടക്കേണ്ട ആവശ്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് കാലം പേറി നടന്നു, ഒരുപാട് കാലം. നമ്മളെ ദാരിമുസ്താദിനോട് ഞാൻ ആ കഥ പറയായിരുന്നു. ദാരിമുസ്താദിന്റെ വീട്ടിന്റെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ എന്റെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പൊ ദാരിമുസ്താദിനെ അപ്പുറത്ത് കാണും. അപ്പൊ എന്റെ സുഹൃത്ത് കാണിച്ചു തരാം, അതാ ആ സാധനത്തെ നോക്കിക്കോളൂ എന്ന് പറയും. നോക്കാറുണ്ട്, കാണാറുണ്ട്. അന്ന് മൂപ്പര് നമ്മളീ കാണാറുണ്ട്. പക്ഷേ അത്ര ദൂരങ്ങളിൽ നിന്ന് കണ്ടിരുന്ന ഞങ്ങൾക്ക് സത്യത്തിലേക്ക് ഒരു കല്ലിന്റെ അല്ലെങ്കിൽ ഒരു മീറ്ററിന്റെ ദൂരം പോലും പിന്നെ ഉണ്ടായില്ല. അദ്ദേഹം പറയുന്നത് സത്യമാണ്, അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം പറയുന്നത് സത്യമാണെന്ന് തിരിച്ചറിയാൻ ചില ചെറിയ കാര്യങ്ങൾ മാത്രമേ അന്വേഷണത്തിന് ആദ്യം ആവശ്യമെന്നുള്ളൂ. പിന്നെ സത്യത്തിലേക്ക് അടുക്കാൻ സമയം ദൈർഘിക്കേണ്ടി വന്നില്ല, ദീർഘമാവേണ്ടി വന്നില്ല. അതാണ് സാഹചര്യം ഇന്നത്തെ. അപ്പൊ എല്ലാ പ്രവർത്തകർക്കിടയിലും കേരള സമൂഹത്തിലെ എല്ലാവർക്കിടയിലും ഇന്ന് ചർച്ചയുണ്ട്. എല്ലാ എസ്എസ്എഫുകാരും ചർച്ചയാണ്. ഇപ്പോ പുതിയ പരിപാടിയാണല്ലോ അടുത്ത മർക്കസ് സമ്മേളനം. സമ്മേളനത്തിന്റെ പ്രചരണമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ നമ്മൾ പരിപാടിക്ക് പോയാൽ, അബ്ദുൽ ബാരി ഉസ്താദ് മിനിയാന്ന് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന പരിപാടിയിൽ ഞങ്ങളെ സ്വീകരിക്കാൻ വലിയ ോടുള്ളത് മർക്കസിന്റെ സമ്മേളനത്തിന്റെ പരസ്യമാണ്. ഞാൻ അവിടെയുള്ള പ്രവർത്തകരോട് പറഞ്ഞു, ഈ പ്രാവശ്യത്തെ മർക്കസ് സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്. നമ്മൾ വിജയിപ്പിച്ചു കൊടുക്കാം, നമുക്ക് ബോർഡ് വെച്ചു കൊടുക്കാം. സഖാഫിമാർ വർഷാവർഷം ഇറങ്ങിയാലേ അതിൽ നിന്ന് ഈമാനുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് സമസ്ത ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിയൂ. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സമ്മേളനം നമ്മുടെ വക വിജയിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് ഹസൻ സഖാഫിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മൂപ്പര് സീനിയറാണ്, മൂപ്പർക്ക് അങ്ങനെയൊക്കെ അവകാശപ്പെടാം, മൂപ്പർക്ക് അങ്ങനെയൊക്കെ ആളുകൾ ബന്ധമുണ്ടാവും. ഞാൻ ജൂനിയറാണല്ലോ, 4-5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കും അതിനനുസരിച്ച് എനിക്കും അവകാശപ്പെടാൻ പറ്റുമല്ലോ. ഞാൻ മർക്കസിലേക്ക് ഞാൻ ഇരുന്ന് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു സഖാഫ് ഇപ്പൊ റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ പ്രാവശ്യം ബിരുദം കിട്ടിയ ഉടനെ തന്നെ പിറ്റേ ദിവസം ഇൻഷാ അല്ലാഹ് കേരളത്തിൽ എവിടെയാണോ എനിക്ക് പരിപാടി അവിടെ അയാളുണ്ടാവും എന്റെ കൂടെ. അപ്പൊ ഇനി സമ്മേളനം വിജയിപ്പിക്കണ്ടേ? സമ്മേളനം വിജയിച്ചാലല്ലേ അവിടുന്ന് സ്ഥലത്ത് വാങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോ എസ്എസ്എഫുകാർക്ക് തോന്നുന്നുണ്ടാവും, അന്നാ തെരഞ്ഞു പിടിക്കണമല്ലോ അയാളെ, എന്നിട്ട് സനത് കൊടുക്കാതിരിക്കണമല്ലോ. എന്റെ മനുഷ്യന്മാരെ, നിങ്ങൾക്കുള്ളതിനേക്കാളും സ്ഥാനം അയാൾക്കുണ്ട് അവിടെ. അയാൾ ചിലപ്പോ അന്വേഷണത്തിൽ നിങ്ങളെ കൂടെ കൂടും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മർക്കസിൽ ഞങ്ങൾ ഏതെങ്കിലും അന്വേഷണമോ തെളിവുകളോ കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് മർക്കസ്. നിങ്ങളെന്താ കരുതിയത് നിങ്ങളെ മാത്രം തറവാടാന്നാ? അബ്ദുൽ ബാരി ഉസ്താദ് ഞങ്ങളുടെ, അപ്പൊ ഞങ്ങളെയും കൂടി തറവാടല്ലേ? എന്താ നിങ്ങൾ കരുതിയത് നിങ്ങളെ മാത്രം തറവാടാന്നാ? എന്താ ഞാനും നിങ്ങളെ കൂട്ടത്തിലുണ്ടായല്ലേ? അപ്പൊ എനിക്കുണ്ടല്ലോ കുടിപ്പക, പിന്നെ കുടിയുടെ അവകാശം ഇല്ല അവിടെ. എത്ര കൊല്ലം ഞാൻ അവിടെ ഉണ്ടായത്? നമ്മളൊരു കട വാടകയ്ക്ക് എടുത്താൽ പോലും 4-5 കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ അവകാശമാണ്. പിന്നെ 26 കൊല്ലമുള്ള ആൾക്ക് അവകാശം ഇല്ലാതിരിക്കുക?
അപ്പൊ നമ്മളെ അവകാശമാണത്. മർക്കസിൽ വെച്ച് കാന്തപുരം അതുപോലെയുള്ള ആളുകളൊക്കെ ചർച്ച ചെയ്യുമ്പോ എന്ത് നിങ്ങൾ ചർച്ച ചെയ്താലും ഉടനെ നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാ? അത് നമ്മളതായതുകൊണ്ടല്ലേ. ഒരു ദിവസം മർക്കസിൽ യോഗം ചേരുകയാണ്. മർക്കസിലെ കോഴിക്കോട് അവരുടെ ഓഫീസിൽ യോഗം ചേർന്നിട്ട് തീരുമാനമെടുത്തു, ഉള്ളാളെ തങ്ങൾ മരണപ്പെട്ടു, അതുകൊണ്ട് ഉള്ളാൾ തങ്ങൾക്ക് പകരം ഒരു പ്രസിഡന്റ് വേണം. ആരെ പ്രസിഡന്റാക്കും? മണിക്കൂറുകൾ ചർച്ച ചെയ്തിട്ട് അവസാനം തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം? എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരെ തെരഞ്ഞെടുത്തു, പ്രസിഡന്റാക്കി. എന്നിട്ട് ഒരാഴ്ചക്ക് ശേഷം 5 ദിവസത്തിന് ശേഷം നടക്കുന്ന സഅദിയ സമ്മേളനത്തിൽ വെച്ച് ആ പേര് ഉള്ളാൾ തങ്ങൾക്ക് പകരം എം.എ. തെരഞ്ഞെടുത്ത പേര് തീരുമാനമാക്കി. എന്നിട്ട് ആ തീരുമാനം എടുത്ത് ഇവർ മിനിറ്റ്സിൽ എഴുതിയിട്ട് ഇവർ വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി തന്നെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ മർക്കസിലെ പ്രധാനപ്പെട്ട എല്ലാം സൂക്ഷിക്കുന്ന ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാമന്തളി എം.എ. പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുണ്ട്, പറ്റുന്ന സ്ഥലത്ത് വേഗം പറഞ്ഞോളൂ. എനിക്ക് അയാളെ വിശ്വാസമാണ്, എനിക്കത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഏൽപ്പിച്ചിട്ട് നിൽക്കുന്ന ആളെ എനിക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ. മർക്കസിൽ എന്ത് സുഖമാണ്. മർക്കസിലുള്ളവർക്ക് ശമ്പളം മാത്രമേ വേണ്ടൂ. ഞങ്ങൾ കൂടി എന്തും കൊടുത്താൽ ഡബിൾ ശമ്പളമായി, അത് മതി അവർക്ക്. ആത്മാർത്ഥമുള്ള ആളും കൂടിയാണ്, പിന്നെ പറയണ്ട. ആ നിലയിലേക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയുന്നു. അങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാനെന്ന് കാസർഗോഡ് അബ്ബാസ് അലി തങ്ങളുടെ കൂടെ സമ്മേളന പ്രചരണവുമായി ബന്ധപ്പെട്ട് 3 ദിവസം നടന്ന വാഹനജാഥ നടക്കുന്നുണ്ട്. ആ യാത്രയിൽ തങ്ങളോടൊപ്പം ഞാൻ അതിലെ ജാഥ അംഗമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കരുതി, ഞാനായിട്ട് പ്രഖ്യാപിച്ച് എങ്ങനെ ഉണ്ടാവും? പിന്നെ ചിന്തിച്ചു, ഏതായാലും സമസ്ത എന്ന് പറഞ്ഞാലും കുറച്ച് വയസ്സുള്ള ആളുകളൊക്കെ കൂടിയുള്ള യോഗമല്ലേ, ഒരു സംഘടനയല്ലേ അത്. അപ്പൊ പിന്നെ ജൂനിയറായ ഞാൻ പറയുന്നത് അത് ശരിയില്ല. അപ്പൊ കുറച്ചെങ്കിലും താടിയൊക്കെ നരച്ച ഹസൻ സക്കാഫിനെ ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ജൂനിയറാ ഞാൻ, സീനിയറിൽ നിങ്ങൾ പ്രഖ്യാപിച്ചോളി, പ്രസിഡന്റ് ഇയാളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മൂപ്പര് ചോദിച്ചു, ഉറപ്പാണോ? ഞാൻ പറഞ്ഞു, നമ്മളെ ഇന്ന ആള് വഴി കിട്ടിയ ന്യൂസാണ്, അപ്പൊ ഞങ്ങൾക്കൊക്കെ ഉള്ള കേന്ദ്രങ്ങളാണ് അതൊക്കെ. അപ്പൊ ഹസൻ സക്കാഫി പിറ്റേ ദിവസം ആലിക്കുട്ടി ഉസ്താദിന്റെ യാത്രയുടെ സമാപന ദിവസം കാസർഗോഡ് വെച്ച് പ്രഖ്യാപിച്ചു, മർക്കസ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ്, എ.പി. വിഭാഗത്തിന്റെ സംഘടനകളും നിയന്ത്രിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഞങ്ങൾ ഉസ്താദുള്ള കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും, മറ്റാരും ഇതിൽ ഇടപെടണ്ട. അതുകൊണ്ട് ഞങ്ങൾ ഉസ്താദ് തെരഞ്ഞെടുത്തത് നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റായി എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാരെയാണ് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു. മറ്റന്നാൾ സഅദിയ സമ്മേളനത്തിൽ വെച്ചൊരു മഞ്ഞ കോട്ട് മൂപ്പർക്ക് ഇട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംഭവം അങ്ങനെ തന്നെ. അടിച്ചു വെച്ച കോട്ട് പിന്നെ മാറ്റാൻ പറ്റില്ലല്ലോ, നല്ല വിലയുള്ള കോട്ടാണ്, അതുകൊണ്ട് ആ കോട്ടനെ ഇട്ടുകൊടുത്തു. 3 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞു അത്. അപ്പോൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ നടക്കുന്നത് അതിനകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ഞങ്ങൾ. ഞാനിങ്ങനെ കേരളത്തിൽ പോയിട്ട് പല സ്ഥലത്തും പലതും പ്രസംഗിക്കുകയാണ്. എനിക്കറിയാവുന്ന സത്യങ്ങളിലെ ഒരംശം ഞാനിങ്ങനെ തുറന്നു നോക്കുകയാണ് ജനങ്ങൾക്കിടയിൽ, ഒരംശം മാത്രം. ആ ഒരു അംശം തുറന്നു വെച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ബോധ്യപ്പെട്ടപ്പോ മർക്കസിലൊരു യോഗം ചേർന്നിട്ട് തീരുമാനിച്ചു, എങ്ങനെ ഇപ്പൊ ഇവനടക്കുക, അടിച്ചൊതുക്കുക എന്നുള്ള തീരുമാനം ഒരു ചർച്ച വന്നു. അപ്പോ ശൈഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഖമറുൽ ഉലമ പറഞ്ഞു, അത് പറ്റൂല, എന്റെ പേരിൽ കേസ് വരും. ഞാൻ പറയാറുണ്ട്, എവിടുന്ന് എന്ത് കിട്ടിയാലും അതിന്റെ കാരണക്കാരൻ ആരാണെന്നും എവിടെയാ തിരിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയാന്ന് പറയുന്നത് മൂപ്പർക്കറിയാം. അപ്പൊ പിന്നെ അത് നടക്കൂല, വെറുതെ ജയിലിൽ കയറണ്ടല്ലോ എന്ന് മൂപ്പര് തീരുമാനിച്ചു. പിന്നെ സിഹറാണ് ഇവർ ഉദ്ദേശിച്ചൊരു വഴി. അത് പണ്ടേ എന്നോട് പറയാറുണ്ട്, ഞാൻ വന്ന അന്ന് മുതലേ 3 മാസം കൊണ്ട് ക്യാൻസർ പിടിക്കുമെന്ന് പറഞ്ഞ്. അത് പിന്നെ അവരെ വഴിയിലേ പോകുന്നുണ്ടാവാം, അത് അവരെ സ്വകാര്യ ഇടപാടുകളാണ്, അത് നടക്കട്ടെ, നമ്മളതിൽ ഇടപെടുന്നില്ല. പിന്നെ ചിന്തിച്ചു, അവര് മറുപടി പറയാൻ പോയിട്ട് കാര്യമില്ല. കാരണം ഏത് വഹാബ് സഖാഫി വന്നാലും വഹാബ് പറയും, ജാലിയാവാലിയുടെ മുടി ബർക്കത്തുള്ള മുടിയാണ്, അത്രേ വഹാബിനെ അറിയുള്ളൂ. ജാലിയാവാലിനെ ജീവിതത്തിൽ അയാൾ കണ്ടിട്ടില്ല, പേരോട് കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല പേരോട് പോവില്ല എന്ന് പറഞ്ഞത് അവിടത്തേക്ക് ഒരാൾക്കും പരിചയമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ കാന്തപുരത്തിന് മാത്രം പരിചയമുള്ള ഒരാളെ കുറിച്ച് പറയാം? അപ്പൊ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതും വിട്ടു. പിന്നെന്താ വഴി? അവസാനം തീരുമാനിച്ചു, പ്രതികളെ പിടികിട്ടാതെ കിടക്കുന്ന കുറച്ച് കേസുകളുണ്ട്, ആ കേസുകളിൽ എന്നെ പ്രതിയാക്കുക. സമ്പത്ത് ഉപയോഗിച്ച്, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് എന്നെ പ്രതിയാക്കിയാൽ ഞാൻ ആ കേസുകൾ കുടുങ്ങി ജയിലിനുള്ളിൽ കുറച്ചു കാലം കിടന്നാൽ പിന്നെ SKSF എന്നെ വിളിക്കൂല. ഇവർ കരുതിയത് SKSFന്റെ സ്റ്റേജ് ഉണ്ടായാലും മാത്രമേ എ.പിക്കെതിരെ പറയാൻ കഴിയുള്ളൂ. SKSFന്റെ സ്റ്റേജിൽ കയറാൻ നിയമപരമായ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു എന്ന് സങ്കല്പിക്കുക. സംഘടന വിലക്കിയിട്ടല്ല, ഇവിടെയുള്ള മീഡിയകൾ എത്രയുണ്ട്,
ഞാൻ SKSSF ആവുന്നതിന് മുമ്പല്ലേ റിപ്പോർട്ടർ ചാനലിലൂടെയും കൈരളിലൂടെയും പറഞ്ഞത്? ആ ചാനൽ പൂട്ടിയിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് അവിടെ ഇരുന്നിട്ട് പറയാൻ ഇനിയും പറ്റൂലേ? ഇനി ഫേസ്ബുക്കല്ലേ ഇപ്പോഴത്തെ ജനങ്ങളുടെ ട്രെൻഡ്. 16,000-ഓളം ഫ്രണ്ട്സ് ഉള്ള ഒരു ഫേസ്ബുക്കിന്റെ ഉടമയാണ് ഞാൻ ഒന്നില്. അങ്ങനെ എന്റെ പേരറിയാത്ത എത്ര ഫേസ്ബുക്കുകൾ നിങ്ങളുടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ കൂടി ഞാൻ പറയാൻ തീരുമാനിച്ചാൽ ജനങ്ങൾ അറിയൂലേ? ഇന്ന് ഇത്ര ആളുള്ളൂ. ഫേസ്ബുക്ക് 16,000 ആളോ ഒന്നിച്ചുണ്ടാവുക. വലിയ സമ്മേളനമാവും, മർക്കസ് സമ്മേളനം പോലെ. മർക്കസ് സമ്മേളനത്തിൽ ഏതായാലും ഒരു 20,000 ആളെങ്കിലും ഉണ്ടാവും. അതിനേക്കാൾ ഒരു 4,000 കുറയുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രതികരിക്കാൻ വേദികൾ ഒരുപാടുണ്ട്. ഈ വേദികളും എല്ലാം നഷ്ടപ്പെടുത്തിയാലും എനിക്ക് പിന്നെയും വേദികൾ ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കുമെന്ന് വിശ്വാസമുണ്ട്. അള്ളാഹു മർക്കസിൽ പഠിച്ചവരിൽ ചിലർക്ക് മാത്രം കൊടുത്തതും മറ്റാർക്കും കൊടുക്കാതിരുന്നതുമായ സാധനം ഞങ്ങൾക്കല്ല തന്നിട്ടുണ്ട്, ഇവിടത്തേക്ക് വന്നവർക്കൊക്കെ. അതുകൊണ്ടാണ് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ. അല്ലാത്തതൊക്കെ അവിടെ അങ്ങോട്ട് കൂടിയിട്ടുണ്ടാവും. അതിങ്ങനെ കേൾക്കുക, എന്താ പറയുന്നത് അത് തന്നെ ആമന്ന സല്ലംന എന്ന് പറഞ്ഞിട്ട് കേൾക്കാം. വിധിക്കപ്പെട്ട ഒരു പറ്റം പാവങ്ങൾ, ഒന്നും അറിയാത്ത പാവങ്ങൾ. അപ്പൊ ഈ കൗമിനപ്പുറത്ത് നിന്ന് ഒന്നും വരാനില്ല. പക്ഷെ ഞങ്ങളെ പോലുള്ളവർ സത്യം തുറന്നു പറഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ബന്ധമുള്ളത്, കടപ്പാടുള്ളത് സത്യത്തെ. ഒരു വ്യക്തിയോട് ഞങ്ങൾക്ക് കടപ്പാടില്ല. ഇതിന്റെ പേരിൽ വ്യക്തികൾ എന്ന നിലയിൽ സാധാരണ വ്യക്തികളിൽ ഒരാളോട് ഞങ്ങൾക്ക് കടപ്പാടില്ല. മഹാന്മാരോടോ പ്രവാചകന്മാരോടോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. വ്യക്തികൾ എന്ന നിലയിൽ സാധാരണക്കാരോട് ഒരാളോടും ബാധ്യതയില്ല, ഒരു കടപ്പാടുമില്ല, ഒരു ഭയവുമില്ല ആ വിഷയത്തിൽ. അങ്ങനെ പിടിച്ചു കെട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ തീരുമാനമെടുത്തു. 6 ആളാ യോഗത്തിൽ പങ്കെടുത്തു. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാന്തപുര അബൂബക്കർ മുസ്ലിയാർ, പിന്നെ അബ്ദുൽ ഹക്കീം അസ്ഹരി, വേറെ 4 ആളുകൾ. അന്ന് തന്നെ അതും എനിക്ക് വിളിച്ചു വന്നു. അപ്പൊ ഞാൻ തൃശ്ശൂരിലാണ് പരിപാടി. ഞാൻ തൃശ്ശൂരിൽ വെച്ച് ആ വിഷയം വിശദീകരിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ജയിലിലാക്കാൻ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ കരുതിയാൽ സാധിക്കും. അതിന് വലിയ പണിയൊന്നുമില്ല. കുറച്ച് പൈസ ഉണ്ടായാൽ നിങ്ങൾക്ക് ചില കുറുക്കുവഴികൾ ഉപയോഗിച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ച് സമയം ആവശ്യമുണ്ട്. എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടാൻ ഞാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോ. അത് നന്നായി ഫലപ്പെടും. ഞാൻ ജയിലിലിരുന്ന് കാന്തപുരത്തിന്റെ അറിയാക്കഥകൾ പുസ്തകമാക്കി എഴുതും. അവിടെ ഇരുന്നിട്ട് എഴുതാലോ, നമ്മൾ പഠിച്ചൊരു പണിയുണ്ടല്ലോ, എഴുതാൻ കഴിയുമെന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അതിനുള്ളിരുന്നാൽ കുറച്ച് കൂടുതൽ ഫ്രീ സമയം കിട്ടും, നല്ല മനസ്സും ഫ്രീ ആവും. അപ്പൊ ഞാൻ പുറത്തിറങ്ങി വരുമ്പോഴേക്ക് നെഹ്റു എഴുതിയതുപോലുള്ള വലിയ പുസ്തകമായിട്ട് വരും. പ്രകാശനത്തിന് നമ്മളെ എല്ലാവരും ഉണ്ടാവും. ചിലപ്പോൾ ജയിലിൽ തന്നെ പ്രകാശനം ചെയ്യും, പ്രശ്നമില്ല. അതുകൊണ്ട് എനിക്കത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരു വിഷയം, ഞാൻ അധികവും ഉസ്താദുമാരും അതുപോലെ ദഅവത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദാഇകളായ പ്രബോധകന്മാർക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ് പണ്ട് കാലം മുതലേ. അതുകൊണ്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കാറുണ്ട്. ഉസ്താദുമാരാണ് കൂടുതലും എന്റെ കൂടെ ഉണ്ടാവുമ്പോൾ ഇമാമായിട്ടുണ്ടാവുന്നവർ. അതുകൊണ്ട് അത്തരക്കാരെ വിട്ട് ജമാഅത്ത് കിട്ടാത്തൊരു സാഹചര്യം വരുന്നതിന് എനിക്ക് വിഷമമുണ്ട്. അത് മാത്രമേ പ്രശ്നമുള്ളൂ, വേറൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് ജയിലിൽ ഞാൻ പോകേണ്ടി വന്നാൽ അവിടെ ഇമാമാവാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്റെ കൂടെ അവിടെയുണ്ട്. ഒരു വാക്ക് പോരെ, എന്നെ പ്രചോദിപ്പിച്ച മനുഷ്യൻ ഇയാളാണ്, എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് ഇയാളാന്ന് പറഞ്ഞാൽ മൂപ്പരുണ്ടാവില്ല എന്റെ ജയിലിൽ കൂടെ. പുസ്തകത്തെ തെറ്റുണ്ടെ പറഞ്ഞുതരാൻ, അങ്ങനല്ലടോ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്, ഇങ്ങനെ എഴുതിയെന്ന് പറയാൻ എന്റെ അടുത്ത് മൂപ്പരുണ്ടാവില്ലേ? ഇത് പറഞ്ഞപ്പോ പിറ്റേന്ന് വൈകുന്നേരം കാരന്തൂരിൽ നിന്ന് മൂപ്പരേൽപ്പിച്ചാൽ സാധാരണ ആ നാട്ടുകാരനായ ഒരു വ്യക്തി, പലതിലും അദ്ദേഹത്തിന് വേണ്ടി ഇടപെടുന്നയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രാമന്തളി എന്തിനാ ഉസ്താദിനെതിരെ ഇങ്ങനെ പറയുന്നത്? കരഞ്ഞുകൊണ്ടാ സാധു പറയുന്നത്, ഉസ്താദിന് വയസ്സായില്ലേ? ഈ വയസ്സാങ്കാലത്ത് ഉസ്താദിനെ ഇങ്ങനെ ദ്രോഹിക്കണോ? ഞാൻ ചോദിച്ചു, ഉസ്താദിന് വയസ്സായില്ലേ? ഈ വയസ്സാങ്കാലത്ത് എന്തിനാ ഈ പാവപ്പെട്ട എന്നെ ഉപദ്രവിക്കാൻ അദ്ദേഹത്തിന്റെ വയസ്സാങ്കാലത്ത് അദ്ദേഹം വരുന്നത്? അങ്ങനെ സിക്റും ചൊല്ലി തൗബയും ചെയ്ത് ജനങ്ങളോട് പൊരുത്തപ്പെടിച്ചിട്ട് അങ്ങോട്ട് ഉസ്താദിന് പോയാ പോരേന്ന് ചോദിച്ചു. മൂപ്പര് പറഞ്ഞു, മൂപ്പര് അങ്ങനൊന്നും ചെയ്തിട്ടില്ലേ, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ തെളിവ് കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തു. അപ്പൊ എന്നോട് ചോദിച്ചു, ആരാ ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്ത് പറഞ്ഞതാണ്. അപ്പൊ ആരാ സുഹൃത്ത്? ആ 6 ആളും എന്റെ സുഹൃത്തുക്കളാണ്. ഒന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എന്റെ ഗുരുവാണ്, അതോടൊപ്പം അദ്ദേഹം എന്റെ സുഹൃത്തുമാണ്. ഞങ്ങൾ അത്ര സൗഹൃദത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഉള്ളത് പറയാലോ. പിന്നെ അബ്ദുൽ ഹക്കീം അസ്ഹരിയാണ്, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാ. കാരന്തൂർ മർക്കസിലെ മർക്കസ് ആർട്സ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചവരാണ്, ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. പിന്നെ വേറെയുള്ള 4 ആളുകളാണ്, അതും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇതിൽ നിന്ന് ആരാന്ന് അന്വേഷിച്ചോളൂ. ചിലപ്പോ ഹക്കീം അസ്ഹരി ആയിരിക്കും. എന്താ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? ഹക്കീം അസ്ഹരി എല്ലാ കാര്യങ്ങളും ചെയ്യാ വാപ്പാന്റെ സമ്മതത്തോടെയാ?
അല്ല എന്നാണ് എനിക്കുറച്ച വിശ്വാസമുള്ളത്. പലതും പറയാൻ പറ്റും, പക്ഷെ വേദിയിൽ ഞാനത് പറയേണ്ടാത്തത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അങ്ങനെയും ആവാം. അപ്പൊ ഹക്കീം അസ്ഹരി അടക്കമുള്ളവർ ഇത് ഞങ്ങളെ അറിയിച്ചു തരുന്ന, അവിടെ നിന്നുള്ള ഒരാൾ അറിയിച്ചു തരുന്ന വിധത്തിലേക്ക് അവർക്കിടയിൽ ഒരാൾക്കും അവരുടെ രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്നില്ല. മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥ നടന്നു. സംവാദ വ്യവസ്ഥയുടെ 2 ദിവസം മുമ്പ് രാത്രി വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങൾക്കും വേണ്ടപ്പെട്ട ആളാണ്, നിങ്ങൾ വേണ്ടപ്പെട്ട ആളായി കൊണ്ടു നടക്കുന്ന ആളാണ്, നിങ്ങൾക്കെല്ലാ തെളിവും തരുന്ന ആളാണ്, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാക്കളുടെ ഒരാളാണ്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മണ്ണാർക്കാട് സംവാദ വ്യവസ്ഥയിൽ ആ സംവാദത്തിലേക്ക് നാളെ വരാൻ പോകുന്നത് ഇന്ന ആളുകളൊക്കെയാണ്. ഓൺലൈൻ ലൈവ് ഉണ്ടോ? ഇതേപോലെ ഓൺലൈൻ ലൈവിൽ കാസർഗോഡ് മഞ്ചേശ്വരത്തെ ബാക്കിർ വയൽ എന്ന പ്രദേശത്ത് വെച്ച് സംവാദത്തിന്റെ വ്യവസ്ഥ നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഞാൻ എണ്ണി പേര് പറഞ്ഞു. നാളെ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ഇന്നാള് വരും, ഇന്നാള് വരും, ഇന്നാള് വരും, ഇന്നാള് വരും, ഇന്നാള് വരും, ഇന്നയാൾ മധ്യസ്ഥനായിരിക്കും എന്നടക്കം മധ്യസ്ഥന്റെ പേരടക്കം ഞാനിങ്ങനെ മലബാർ ക്ലാസ് റൂമിലൂടെ, KICR ക്ലാസ് റൂമിലൂടെ അത് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. അപ്പോ മലബാറിന്റെ ക്ലാസ് റൂം ഏതായാലും പറഞ്ഞ സ്ഥിതിയിലെ പൂർത്തിയാക്കാം. മലബാറുകാർ ചൂടായി, എന്നെ കുറെ കളിയാക്കി അന്ന് രാത്രി. എന്നിട്ട് പറഞ്ഞു, നാളെ ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ ഉണ്ടാവും അവിടെ എന്നൊക്കെ പറഞ്ഞ് വന്നവരാണ്. പക്ഷെ പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ മലബാറില്ല അവിടെ. അവരുടെ ഒരു ക്ലാസ് റൂമാണ്. അത് പറയൽ ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞു വന്ന സ്ഥിതിയിൽ അത് പറയാലോ. അപ്പൊ നോക്കുമ്പോ അത് സുന്നി ഗ്ലോബൽ വോയിസേ ഉള്ളൂ. പ്രശ്നം എന്താ, ഈ വന്നതിൽ KKM സതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആളാ, ഈ ഗ്രൂപ്പിന്റെ ആളാ. ഇവരുടെ ഇടയിലുള്ള ഗ്രൂപ്പീസാണിത്. അതുകൊണ്ട് മറ്റവർ കൊടുക്കാതെ പോയി, ലൈവ് കൊടുക്കാതെ, മറ്റവർ ലൈവ് കൊടുക്കാതെ പോയി. ഇങ്ങനെ പരസ്പരം തല്ലുന്ന ഗ്രൂപ്പിസം കൊണ്ട് ഓൺലൈനിൽ പോലും ഗ്രൂപ്പീസാണ് അവിടെ. ചിന്തിച്ചു നോക്കി, ഓഫ്ലൈനിലല്ല, ഓൺലൈൻ അല്ലെങ്കിൽ സ്റ്റേജിലല്ല, പരസ്പരം കാണാത്തവർ തമ്മിൽ പോലും കാന്തപുരം ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പും തമ്മിൽ പരസ്പരം പോരാണ്. അപ്പൊ അന്ന് ക്ലാസ് റൂമിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു, നാളെ സംവാദ വ്യവസ്ഥയിൽ പങ്കെടുക്കുന്ന ഇന്ന ആളുകളൊക്കെയാണ്. അതിൽ ഒരാൾ മാത്രം ഞാൻ പറഞ്ഞതിനേക്കാൾ അധികം വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വഹാബ് സഖാഫിക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വഹാബിന് പേടിയുള്ളത് കൊണ്ട് അയാൾ ഗൾഫിൽ നിന്ന് വരുന്ന ഡേറ്റ് മാറ്റിയിട്ട് അയാൾ ഒരാഴ്ച കൂടി ഡേറ്റ് നീട്ടി, അയാൾ ഉണ്ടാവൂല എന്നും പറഞ്ഞ പോലെ ഡേറ്റ് നീട്ടി. എന്നിട്ട് അയാൾ സംവാദം കഴിഞ്ഞതിന് ശേഷം ഒരാളെ വിളിച്ചു. അയാൾ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നോട് അയാൾ വിളിച്ചു പറഞ്ഞു, മറ്റേ ആള് അയാളോട് വിളിച്ചു പറഞ്ഞു, അല്ല സുഹൃത്തെ, നാടൻ വർത്താനം പോലും പറയാൻ പറ്റുന്നൊരു മുസ്ലിയാർ പോലും നമ്മുടെ കൂട്ടത്തിൽ സംവാദ വ്യവസ്ഥയിൽ ഉണ്ടാവാതെ പോയില്ലേ, എന്തൊരു നാണക്കേടായത് എന്ന് വഹാബ് സഖാഫി ചോദിക്കുക, തോഗാടിയം പ്രഭാഷകൻ. ആ നിലയിലേക്ക് പോലും അവർക്കിടയിൽ ഉള്ള സത്യങ്ങള് അവർ ചർച്ച ചെയ്യുന്നത് ഓരോന്നിനും വിളിച്ചു പറയാൻ പോകും. ഇനിയിപ്പോ ഇതാ നമ്മൾ തമ്മിൽ സംവാദ വ്യവസ്ഥ നടക്കാൻ പോവാണ്. ഞാൻ വേണമെങ്കിൽ അത് പറയും, വേണമെങ്കിൽ എന്നല്ല, ഞാൻ എന്തായാലും അത് പറയും. ഇപ്പൊ തന്നെ എനിക്കറിയാം പുതിയ മധ്യസ്ഥനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മധ്യസ്ഥൻ ശരിയായിട്ടില്ല എത്ര അവരെ. അപ്പൊ അങ്ങനെ അവരുടെ എല്ലാം മൊയ്ലാമാരെ മാറ്റാൻ പോവാണ്. സാലിബ കുല്ലിയൊക്കെ ഉണ്ടായിരുന്നു, മൂപ്പരെ അക്കൗണ്ട് മാറ്റിയിട്ട് കുല്ലിയത്തുൽ മർക്കസിലുള്ള വേറെ ആരോ ആളുകളൊക്കെ നോക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അയാൾ വന്നാൽ ഭയങ്കര പ്രശ്നമാണത്രേ. അയാളെ കാണുമ്പോൾ ആളുകളൊക്കെ ചിരിക്കുന്നത്രേ, സ്വപ്നത്തെക്കുറിച്ച് ചോദിക്കുന്നത്രേ അയാളോട്. അയാൾ ഉസ്താദ് പറഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ച് ശിഷ്യനോടല്ലാതെ മറ്റാരോടാ ചോദിക്കുക? അപ്പൊ അങ്ങനെ അവർക്കുള്ളിൽ ഉള്ള ചർച്ചകൾ മുഴുവൻ പുറത്തു വരുന്ന വിധത്തിലേക്ക് അന്ധഛിദ്രത പേറി നടക്കുന്നൊരു ഗതികേടിന്റെ ആൾക്കൂട്ടമായി ഈ സംഘടന മാറിയിട്ടുണ്ടെന്ന് പറയുന്നതിൽ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സന്തോഷമുണ്ട്. കാരണം എന്താ, മഹാന്മാരായ ഉസ്താദുമാരുണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തകർക്കാനും പിളർത്താനും വന്നവർക്ക് കിട്ടിയ കാലം നൽകിയ തിരിച്ചടി, അല്ലാഹു നൽകിയ ശിക്ഷയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ആളുകൾ, മിനിയാന്ന് ആലപ്പുഴയിലേക്ക് ഞാൻ പോയപ്പോ ആലപ്പുഴക്ക് കുറച്ചപ്പുറത്ത് നിന്ന് 2 പുതിയ സഅദിമാർ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പൊ ഞാനാണ് കോർഡിനേറ്റർ എന്ന് അവർ തെറ്റിദ്ധരിച്ച് എന്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇനി എവിടെ പറയുകയാണെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങളെ 2 ആളെ പേരുകളും കൂടി പറഞ്ഞോ, ഞങ്ങളും രാജിവെച്ചിരിക്കുന്നു. മാത്രമല്ല എറണാകുളം ജില്ലയിൽ ഒരു പ്രദേശം, ആ പ്രദേശത്ത് അടുത്ത ദിവസം എനിക്ക് പരിപാടിയുണ്ട്. 110ഓളം ആളുകൾ ആ പരിസരത്തു നിന്നും ഈ മുടിപ്രശ്നത്തിന്റെ പേരിൽ മാത്രം രാജിവെച്ച് വന്നിട്ട് മാസങ്ങളായുള്ളൂ. ഇതൊക്കെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ്. ഈ വിധത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നത് സന്തോഷ കാര്യമാണ്. അപ്പൊ
അപ്പൊ പിന്നെ ഇങ്ങനെയുള്ളൊരു മുന്നേറ്റം ഇവിടെ നടക്കുമ്പോ ഈ മുന്നേറ്റത്തെ മറികടക്കാൻ എന്ത് വേണം? കാന്തപുരം ചിന്തിച്ചു. മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ, മുസ്ലിങ്ങൾക്കിടയിലെ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ മുഖ്യധാര പ്രസ്ഥാനമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ രംഗത്ത് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനമായി മുസ്ലിങ്ങളിൽ മുസ്ലിം ലീഗിനെയാണ് അംഗീകരിക്കുന്നത് എന്നതും വാസ്തവമാണ്. ഈ രണ്ട് വാസ്തവങ്ങൾക്കൊപ്പം സമൂഹത്തിന് വേണ്ടി നിലനിൽക്കേണ്ടുന്ന പ്രസ്ഥാനം ഏതൊക്കെയാണോ, മത സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ഏതൊക്കെ നിലനിൽക്കണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ നിലനിൽക്കേണ്ടുന്നവകളെ നിലനിർത്താൻ ആവശ്യമായ അനിവാര്യത അവർ ചെയ്തു വെക്കാറുണ്ട്. അത് രാഷ്ട്രീയത്തിലായാലും മതരംഗത്തായാലും സാമൂഹിക രംഗത്തായാലും അതുപോലെ മീഡിയ രംഗത്തായാലും അതുപോലെ മഹല്ലുകളിലായാലും അവർ ശക്തരും സുസജ്ജരുമാണ്. ഈ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ മറികടന്നിട്ട് മുസ്ലിംകൾക്കിടയിൽ പുതിയ ഭിന്നതയുടെ വിത്തുപാകിയിട്ട് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തെ, പരസ്പരമുള്ള ഈ ഐക്യത്തെ, സ്നേഹത്തെ അത് തച്ചു തകർത്താൽ മാത്രമേ വീണ്ടും സമുദായത്തെ പിളർത്താനും വീണ്ടും തന്റെ അജണ്ട നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് കാന്തപുരം പുതിയ തന്ത്രങ്ങളുമായി വീണ്ടും രംഗത്ത് വരികയാണ്. എന്നിട്ട് പറയുന്നത്, ഞാൻ ചുരുക്കുകയാണ്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോടൊപ്പമാണ്, മുസ്ലിം ലീഗിനോടൊപ്പമാണ് നാം. എന്നിട്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് എന്താ പറയുന്നത്? മുസ്ലിം ലീഗിന് വേണ്ടി ഞങ്ങൾ നിലനിൽക്കുന്നതോടൊപ്പം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനങ്ങൾ പോലും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമെന്ന് ഇവരുടെ പ്രഭാഷകർ പ്രസംഗം നടത്തുകയാണ്. എന്നിട്ട് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ നേതാക്കളും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുപോലെ ലീഗ് ഞങ്ങളെയും പല സ്ഥലത്തും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ സമസ്ത മാത്രമാണ് ഞങ്ങൾ അംഗീകരിക്കാതെ പോകുന്നതെന്നും ഇവർ വീമ്പിളക്കും. എന്നിട്ട് ഇവർ പറയുന്നു, പാണക്കാട് ശിഹാബ് തങ്ങൾ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അവിടുത്തെ കബറളം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി നൽകുകയും അവിടുത്തെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ, ആമീൻ. ആ മഹാനവർകൾ ഇവരുടെ ആളാണെന്ന് പോലും ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ 988 കാലത്തിൽ ശിഹാബ് തങ്ങൾ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ നിന്ന് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നത് വരെ തങ്ങൾ പിന്മാറിയിട്ടില്ലെന്ന് മാത്രമല്ല, അതിന്റെ പാരമ്പര്യം ഏറ്റെടുത്ത് പാണക്കാട് തറവാട്ടിൽ പിന്നീട് ആ അധികാരസ്ഥാനത്ത് ആത്മീയാധികാരം ഏറ്റെടുത്തത് അവർ അത് തുടർന്നു വരുന്നുമുണ്ട്. പാണക്കാട് തറവാട് ശിഹാബ് തങ്ങളെടുത്ത തീരുമാനത്തെ തിരുത്താൻ ലോകത്തൊരിക്കലും തയ്യാറാവില്ലെന്നുറപ്പാണ്. മാത്രമല്ല, മുസ്ലിം ലീഗ് എന്ന കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മഹാനായ ശിഹാബ് തങ്ങളെന്ന അനൽപമായ സമൂഹത്തിന് ഏറ്റവും ഏറെ സ്നേഹം നൽകിയ, ഏറ്റവും വലിയ ആത്മീയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, തന്റെ ചെറിയ വാക്കുകൾ കൊണ്ട് തന്റെ സമൂഹത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ആത്മീയ ശക്തിയുള്ള വാക്കുകളെ കൊണ്ട് സമൂഹത്തെ ഒന്നിച്ച് ഒരുപാട് കാലം പിടിച്ചു നിർത്തിയ ശിഹാബ് തങ്ങളുടെ തീരുമാനത്തെ മുസ്ലിം ലീഗോ സമസ്തയോ പാണക്കാട് തറവാട്ടിലുള്ളവരോ തിരുത്തിയെഴുതുമെന്ന് കാന്തപുരത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ കഥകൾക്ക് മാത്രമേ അത്തരം രുചിഭേദങ്ങളുണ്ടാവൂ. ഇവിടെ അതില്ലെന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. തങ്ങളെടുത്ത തീരുമാനത്തെ മാറ്റിയെഴുതാൻ സമസ്തയല്ല, സമസ്തയോടൊപ്പമുള്ളവരല്ല, മുസ്ലിം ലീഗല്ല, മുസ്ലിം ലീഗിലുള്ളവരല്ല പറ്റില്ലെന്നത് ചരിത്രം നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തന്ന പാഠമാണ്. ആ പാഠമാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളിലൂടെ നമ്മൾ കേട്ടത്. കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തോട് ഒരു കോംപ്രമൈസിനും ഇനി നമ്മളില്ല. കാന്തപുരത്തിന്റെ പ്രസ്ഥാനത്തോട് മയസമീപനത്തിന് നമ്മളില്ല. കാന്തപുരത്തിന്റെ പ്രസ്ഥാനം സമസ്തയല്ല, സമസ്ത ഒന്നു മാത്രമേ ഉള്ളൂ. സമൂഹം പുറങ്കാലുകൊണ്ട് വരെ ചവിട്ടി മാറ്റണമെന്ന് പോലും ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന തന്റെ പിതൃതുല്യനായ ജ്യേഷ്ഠ സഹോദരൻ എന്ന ആത്മീയ നേതാവ്, ആത്മീയ ശക്തിയുടെ കൂടി എന്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് ഞാൻ അറിയിക്കുകയാണ്. 988 ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതിതാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു കേൾപ്പിക്കുകയാണ്. 988 ശിഹാബ് തങ്ങൾ പറഞ്ഞു, അത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ജനുവരി 17 മുസ്ലിം ഐക്യത്തെ അവഗണിക്കുകയും, ഓരോ വാചകങ്ങളും ശ്രദ്ധിക്കണം,
മുസ്ലിം ലീഗിന്റെ ലീഗ് ഹൌസിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ യോഗത്തിലാണ് തങ്ങൾ അധ്യക്ഷം വഹിച്ചിട്ട് ഈ തീരുമാനമെടുക്കുന്നത്. എന്നിട്ട് ഇതാ പറയുന്നു, മുസ്ലിം ഐക്യത്തെ അവഗണിക്കുകയും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച നാദാപുരം സംഭവത്തിൽ അക്രമികളായ മാർസിസ്റ്റുകൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്ത കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, പേര് മാറിയിട്ടില്ല, കാന്തപുരം എന്നാ പറഞ്ഞത്, അബൂബക്കർ മുസ്ലിയാർ എന്നാ പറഞ്ഞത്. വേണമെങ്കിൽ ഞാൻ സൺ ഓഫ് കൂടി കൂട്ടിത്തരാം. ആലങ്ങാപ്പൊയിലെ അബൂബക്കർ മുസ്ലിയാരെ ആ കുടുംബപ്പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ അഡ്രസ് വേണമെങ്കിൽ ഇവിടുന്ന് തരും. ആ നിലയിൽ അവരുടെ ആ എ പി അബൂബക്കർ മുസ്ലിയാരുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഏത് വിഭാഗമാണ് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നല്ല പറഞ്ഞത്. ഇവർക്ക് സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ വന്നപ്പോ മുസ്ലിം ലീഗും പാണക്കാട്ട് തങ്ങളും നൽകിയ പേര് 988 നൽകിയ പേരെന്താ? അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാന്തപുരം വിഘടിത വിഭാഗം സുന്നികൾ നടത്തുന്ന യാതൊരു പരിപാടികളിലും മുസ്ലിം ലീഗ് പ്രവർത്തകരോ അനുഭാവികളോ സഹകരിക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം അണികളോട് ചെയ്തു. പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ലീഗ് ഹൌസിൽ ചേർന്ന യോഗം അംഗീകരിച്ച പ്രമേയത്തിലാണ് ഇത് വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി തന്നെ ഇവരുടെ തീരുമാനങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞു. പിന്നെ ഇവർ പറയുന്നത് എന്താ? ഞങ്ങൾ കണ്ണിയത്തുസ്താദിന്റെ ആളുകളാണെന്നാണ്. എന്നാൽ ഇതാ കണ്ണിയത്തുസ്താദിന്റെ കൈപ്പടയിൽ കണ്ണിയത്തുസ്താദ് ഒപ്പിട്ടിട്ട് പത്രങ്ങളിലേക്ക് കൊടുത്തയച്ച ഒരു കത്തുകൂടി ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. കണ്ണിയത്തുസ്താദ് എന്താ പറയുന്നത്? വാഴക്കാട് ഡിസംബർ 3 സുന്നികളുടെ ലേബലിൽ ഒരു പറ്റം തൽപര കക്ഷികൾ എറണാകുളത്ത് നടത്തുമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനത്തിന് സമസ്തയുമായി യാതൊരു ബന്ധവുമില്ല. ആ സമ്മേളനത്തിന്റെ പേരിൽ സുന്നി ബഹുജനങ്ങൾ വഞ്ചിതരാവരുതെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രസിഡന്റ് റഈസുൽ മുഹഖിഖീൻ ഷെയ്ഖുന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. എന്നിട്ട് സമസ്തയുടെ സമുന്നത നേതാക്കളെ ധിക്കരിക്കാനും സമസ്തയിൽ പിളർപ്പുണ്ടാക്കാനും സമസ്തയിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കണ്ണിയത്ത് ഉസ്താദാണ്. ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറഞ്ഞ പാരമ്പര്യമുള്ള ഒരിക്കൽ പറഞ്ഞ തീരുമാനത്തെ മാറ്റിയിട്ട് സമൂഹത്തെ വഞ്ചിച്ച തീരുമാനമെടുത്തയാളല്ല പാണക്കാട്ട് തങ്ങള്. ഒരിക്കൽ പറഞ്ഞ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ട് പിന്നെ തീരുമാനങ്ങൾ മാറ്റി എഴുതിയ പാരമ്പര്യമുള്ള ആളല്ല. ഗർജിക്കുന്ന സിംഹമായി കേരള മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുപോയ ശംസുൽ ഉലമ. ഇവരാരും അങ്ങനെയായിരുന്നില്ല. എന്നാൽ നമുക്ക് തീരുമാനങ്ങൾ ഇപ്പോൾ കൃത്യമായി ഞാൻ പറയുന്നു, അഥവാ SKSSF പറയുന്നു, സമസ്ത പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് നിഷ്കാമകർമ്മിയായ മഹാനാണെന്ന്. അതുപോലെ ഞാനും നിങ്ങളും സമസ്തയും പറയുന്നു ശംസുൽ ഉലമ ആത്മീയതയുള്ള പണ്ഡിത അഥവാ വലിയാണെന്ന്. കാന്തപുരം പറയുന്നു ശംസുൽ ഉലമ വലിയാണെന്ന്. അതുപോലെ കാന്തപുരം പറയുന്നു കണ്ണിയത്ത് ഉസ്താദ് ഞങ്ങളെ കണ്ണിയത്ത് ഉസ്താദ് മഹാനാണെന്ന്. കാന്തപുരം പറയുന്നു പാണക്കാട് തങ്ങൾ മഹാനാണ്, ഞങ്ങളെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, അരിഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിക്കുന്ന ഭക്ഷണം മനുഷ്യർ കഴിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ബുദ്ധി നമുക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉള്ള ബുദ്ധി വെച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളാരും പഠിച്ചത് മർക്കസിലല്ല. മർക്കസിലാണെങ്കിൽ നിങ്ങളെ ഞാൻ മന്ദബുദ്ധി എന്ന് വിളിക്കാമായിരുന്നു എനിക്ക്. പക്ഷേ മർക്കസിൽ പഠിച്ചു വന്നവരല്ല നിങ്ങൾ. സമൂഹത്തിൽ സമസ്തക്ക് ഒപ്പം നിന്ന് ജീവിതകാലം മുഴുവനും സമസ്തക്ക് ജീവിതം ചെലവഴിച്ചവരാണ്. സമസ്തയുടെ മദ്രസയ്ക്ക് വേണ്ടി അരയുന്ന കാലത്ത് തങ്ങളുടെ പട്ടിണി അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ മദ്രസകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ജീവിച്ചവരാണ് നിങ്ങൾ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു ശംസുൽ ഉലമ പറയുന്നു മുനാഫിക്കുകളുടെ നേതാവാണ്. മുനാഫിക്ക് നേതാവായ അബ്ദുള്ള ഉബയ്യ് ഇബ്നു സലൂലിനെ പോലെയാണെന്ന് പറയുന്നു. പാണക്കാട്ട് തങ്ങൾ പറയുന്നു കാന്തപുരത്തോടൊപ്പമോ നിങ്ങൾ പറയുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങൾ പറയുന്നു പുറങ്കാന്ന്. ഇങ്ങനെ ഇവരെല്ലാം മഹാന്മാരാണെന്ന് കാന്തപുരം നമ്മളും പറയുന്നു. അപ്പോൾ ഇവർ മഹാന്മാരല്ല എന്ന് പറയുന്നവർ അപ്പോൾ സുന്നികൾ ഏകപക്ഷീയമായി അംഗീകരിക്കുന്ന മഹാന്മാർ പറയുന്നത് കാന്തപുരം എന്നാണ്. നമുക്ക്
അംഗീകരിച്ചുകൂടെ? കാന്തപുരം പറയുന്നത് പോലെ ഞങ്ങളുടെ ആളാണ്, ഞങ്ങളുടെ ആളാണ് ഈ പറയപ്പെട്ട ശംസുൽ എന്ന് പറയുന്നുവെങ്കിൽ, ശംസുൽ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾ എന്തിനാ മുശാവറ പുനഃസംഘടിപ്പിച്ചത്? എന്തിനാ സമൻസ് കൊടുത്തയച്ചത് കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക്? ശംസുൽ പറയണം നിങ്ങൾ മറുപടി. പിന്നെ പറയാറുള്ളത്, ഞങ്ങളെ പള്ളി ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വന്നില്ലേ എന്ന ചോദ്യമാ ചോദിക്കാറുള്ളത്. മംഗലാപുരത്ത് കുറെ ബിസിനസ്സുകാരും പലപ്പോഴും ബിസിനസ്സുകാരോടൊപ്പം ജീവിക്കുന്ന കാന്തപുരം ബിസിനസ്സുകാർക്കാണ് അതിൽ കൂടുതൽ ബന്ധവും പങ്കെന്ന് പറഞ്ഞപ്പോ പാണക്കാട്ടെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയി ഉദ്ഘാടനം ചെയ്തു എന്നത് ശരിയാണ്. ഞാൻ കാന്തപുരത്തിന്റെ അനുയായികളെയും നേതാക്കളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ സംഘടനയുടെ ഏതെങ്കിലും ഒരു വേദിയിൽ, ഒരു പൊതുപരിപാടിയിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? മർക്കസിന്റെ സമ്മേളനത്തിൽ വന്നോ? ഇല്ലേ? ഇല്ല. നിങ്ങൾ വിളിച്ചു എറണാകുളത്ത് ഹുബ്ബുർ റസൂൽ കോൺഫറൻസിലേക്ക് 2 വർഷം തുടർച്ചയായി വിളിച്ചു. ഫ്ലൈറ്റ് കൊടുത്തയക്കാം, ഫ്ലൈറ്റിൽ കയറി വരാൻ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പാണക്കാട് പ്രവർത്തിക്കുന്നവർക്കൊപ്പം ഇട്ടിട്ട് നിങ്ങളുടെ സംഘടനയുടെ വേദിയിലേക്ക് വന്നിട്ട് സമുദായത്തിൽ പുതിയൊരു ചിത്രതക്ക് എന്റെ കാരണം ചിത്രതയുണ്ടാക്കാൻ എന്നെ കിട്ടില്ല. ആമീൻ പറഞ്ഞും ആമീൻ പറയിച്ചും ഒന്നിച്ചു ശംസുൽ അഗ്രേസരമായ ശ്രമിച്ച ആ പ്രിയപ്പെട്ട പാണക്കാട്ടെ തങ്ങൾ അവരെ വലിച്ചെറിഞ്ഞിട്ട് കാന്തപുരത്ത് എന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് വിളിക്കാം. അല്ലാതെ സമൂഹത്തിൽ നിന്ന് പുതിയ ചെറുപ്പക്കാരെ, 20 കൊല്ലത്തിനിപ്പുറത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾക്കൊപ്പം കിട്ടുമെന്നാണ് നിങ്ങൾ ധരിച്ചതെങ്കിൽ തെറ്റു. പ്രിയപ്പെട്ട കാന്തപുരം, നിങ്ങൾ കാന്തപുരത്ത് എ പി അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അവരോടൊപ്പം പ്രവർത്തിച്ച് നടക്കുന്നവർ, ഒരുപാട് കാലം പാണക്കാട്ടെ തങ്ങളെ അടക്കം പലരെയും അപഹസിച്ചെഴുതിയ പത്രങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്ന കാലത്ത് നിങ്ങളുടെ നേതാക്കൾ മുസ്ലിം ലീഗിനെ പറ്റി പറയുന്നിടത്ത് ശിഹാബ് തങ്ങളുടെ പേര് പറയുന്ന സ്ഥലത്ത് പോലും പാണക്കാട് തങ്ങൾക്കെതിരെ ശിഹാബ് എന്ന് മാത്രം പ്രയോഗിച്ചത് ഈ പത്രത്തിലുണ്ട്. ഇതേതാ പത്രം? കാന്തപുരം ചെലവും നടത്തി പണം തന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹുസൈൻ രണ്ടത്താണിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടിറക്കിച്ച പത്രമാണിത്. എന്നെ കൊണ്ടിറക്കിച്ച പത്രമാണ്. ചിലപ്പോ ഇവിടെയുള്ള എപിക്കാര് പറയും ഞങ്ങളെ ഉസ്താദും അറിയില്ല പറയാൻ ശ്രമിച്ചേക്കും. എന്നാൽ ഞാനിതാ വായിച്ചു തരാം പേര്. പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ മുഹമ്മദ് KP4 മുഖപത്രം പബ്ലിക്കേഷൻ ഓഫീസ് രാംമോഹൻ റോഡ് കോഴിക്കോട് എന്ന് പറഞ്ഞ് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതില്. ഈ പത്രം കാന്തപുരം ചെലവ് തന്നിട്ട് ഹുസൈൻ രണ്ടത്താണിക്ക് വേണ്ടി പുറത്തിറക്കാൻ ഏൽപ്പിച്ചതാണ്. പാണക്കാട് തങ്ങന്മാരെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവർ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പാണക്കാട് ശിഹാബ് എന്ന് തങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഇങ്ങനെയാണെങ്കിൽ പോലും ശിഹാബ് തങ്ങൾ വിചാരിച്ചാൽ ഇരുഭാഗത്തെയും യോജിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ശിഹാബ് വിളിച്ചാൽ പോകാത്തവർ അന്നാരെങ്കിലും സംഘടനയിൽ ഉണ്ടായിരുന്നോ? പാണക്കാട്ടെ തങ്ങളെ ബഹുമാനിക്കുന്നവരോടാ ചോദിക്കുന്നത്. ഇതെഴുതിയത് ഏതെങ്കിലും ഏഴാങ്കൂലിയല്ല. കാരന്തൂർ മർക്കസിലെ ഉസ്താദായിരുന്ന മരണപ്പെട്ടുപോയ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ ലേഖനമാണ് ഞാൻ ഈ വായിച്ചത്. ഈ ലേഖനം ഇതൊരിക്കൽ ഒരു പുസ്തകമായി വന്നിരുന്നു. കാന്തപുരത്ത് സിറാജിൽ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖനവുമാണിത്. എന്നിട്ട് തങ്ങന്മാർക്കെതിരെ പറഞ്ഞിട്ട് മാത്രമല്ല, ലീഗിനെ ഇത്തരം പരുവത്തിലെത്തിച്ചത്, മുസ്ലിം ലീഗിനെ വഴിപിഴച്ച പരുവത്തിലെത്തിച്ചത് അതിന് മുമ്പുണ്ട്. അതിന് മുമ്പ് കൂട്ടി വായിക്കുകയാണ്. ലീഗിനെ ഇത്തരം പരുവത്തിലെത്തിച്ചത് പാണക്കാട് ആത്മീയതയും ഭരണത്തിന്റെ സ്വാധീനവുമുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന ലീഗ് നേതൃത്വത്തിന്റെ കരുതലാണ്. കേട്ടോളൂ മുസ്ലിം ലീഗിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകരെ, നിങ്ങളെ 2 വിഭാഗം. ഇത് കാന്തപുരത്തിന്റെ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയതാ ഞാൻ വായിക്കുന്നത്. ഒന്നുകൂടി കേട്ടോളൂ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് ഇതിൽ സംശയം ഉണ്ടാവില്ല. കാരണം ഈ ഘട്ടങ്ങളിൽ കാന്തപുരം
കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ. അവർക്കിതിൽ ബോധമുണ്ടാവും. അവർ സമത്വയുടെയോ SKSSFന്റെയോ പ്രവർത്തകരെ പോലെ പുതിയ കാലത്ത് ചിലതറിഞ്ഞു വന്ന SKSSFന്റെ പ്രവർത്തകരെ പോലെയല്ല. അവർക്കിതിൽ അവബോധമുണ്ട്. അവരതുകൊണ്ട് കാന്തപുരത്തെ വിശ്വസിക്കില്ല. പുതിയ കുട്ടികളാണ് ഇത് വായിക്കേണ്ടത്, പുതിയ കുട്ടികളാണ് ഇത് അറിയേണ്ടത്. വീണ്ടും വായിച്ചു തരാം. ലീഗിനെ ഇത്തരം പരുവത്തിലെത്തിച്ചത് പാണക്കാട് ആത്മീയതയും ഭരണത്തിന്റെ സ്വാധീനവുമുണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ടതില്ലെന്ന ലീഗ് നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് പാണക്കാട് ശിഹാബ് തങ്ങളെ അപമാനിച്ച് പത്രമിറക്കാൻ ഞങ്ങൾക്ക് അവസരം തരികയും ഈ ലേഖനം ഈ മനുഷ്യനെ കൊണ്ട് എഴുതിക്കുകയും ചെയ്തയാള് അവസാനം ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദ് കറാമത്തുള്ള ആളാണല്ലോ. ഉസ്താദിനോട് നമ്മൾ ചോദിച്ചു, ഉസ്താദെ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ ഫൈനൽ ദിവസമാണ്, തെരഞ്ഞെടുപ്പ് വരികയാണ്, നാളെയോ മറ്റന്നാളോ വോട്ട്. അപ്പൊ ഉസ്താദെ എന്ത് ചെയ്യണം? നമ്മളെ സ്ഥാനാർത്ഥി രണ്ടത്താണി ജയിക്കൂന്ന് നമുക്കും തോന്നുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ പറഞ്ഞില്ലേ നമ്മളെ കൂട്ടത്തിൽ ഒരു ഉസ്താദ് വിളിച്ചിട്ടുണ്ട്, യാ MP. എനിക്ക് തോന്നുന്നു യാ MT എന്നാ വിളിച്ചതെന്നാ, ഒന്നുമില്ലാതായി പോയാളേ. അത് കേട്ടെടുത്ത് നമ്മുടെ മറ്റേ ആൾ ആവേശം കൊണ്ട് മറന്നുപോയതായിരിക്കാം. മർക്കസിൽ നിന്ന് കണ്ടില്ലേ, ജാലിയാവാല ഹസ്രജ് വിളിച്ചു പറഞ്ഞു എന്റെ കുടുംബത്തിന്റെ പരമ്പര വായിക്കുന്നത്. ആവേശത്തിൽ പേരോട് കേട്ടത് പരമ്പര എന്ന് മാത്രമാണ്. അപ്പൊ പേരോട് അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ സനത് ഇല്ല എന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് ഫോൺ വിളിച്ച് ചോദിച്ചവർ കേട്ടോളൂ, സനത് ഇതാ വായിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അതുപോലെ യാ MP എന്നല്ല യാ MT എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഇനി അല്ല യാ MP എന്നാണ് വിളിച്ചതെങ്കിൽ പോയില്ലേ കറാമത്ത്. എന്തായാലും ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ എന്താ അവസ്ഥ? അപ്പൊ ഉസ്താദ് പറഞ്ഞു 72,000 വോട്ടിന് ജയിക്കുമെന്ന് എഴുതിക്കോളൂ. അങ്ങനെ ഞാൻ അങ്ങനെ പേനെടുത്തു. ഈ പത്രം ഞാൻ ഒറ്റക്ക് നടത്തിയതല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ സമാധാനിക്കണ്ട. ഇതിനുള്ള പണം മുഴുവൻ തന്നത് കാന്തപുരമാണ്. ഇതിനുള്ള പണം തന്നത് കാന്തപുരത്തിന്റെ അനുയായികളാണ്. കാന്തപുരത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് കാന്തപുരം ഏൽപ്പിച്ചവരും ാണ് ഈ പത്രം ഞങ്ങൾ ഇറക്കിയത്. 10-20 ദിവസം ഇറക്കി. സിറാജിൽ നിന്ന് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സിറാജിൽ നിന്ന് പ്രിന്റ് ചെയ്തത് കാന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ ജനറൽ മാനേജർ കരീം കക്കാടാണ് പ്രിന്റ് ചെയ്ത് തന്നത്. സിറാജിൽ നിന്ന് പ്രിന്റ് ചെയ്തതിന്റെ ബില്ലിന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അന്ന് കാന്തപുരം പറഞ്ഞതെന്താ? കാന്തപുരത്തിന്റെ പ്രസ്താവനയ്ക്ക് ഇതിനകത്തുണ്ട്. കാന്തപുരം പറഞ്ഞത് ഈ പത്രം ഇറങ്ങണം, നമ്മളാളാണ് എന്നാണ്. എന്നിട്ട് കാന്തപുരം പറഞ്ഞു 72,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണ് ജയിക്കും. പിന്നെ പറഞ്ഞത് മൂപ്പരല്ലേ, നടക്കാതുക്കോ? അതുകൊണ്ടല്ലേ ഇപ്പോഴും ഹുസൈൻ രണ്ടത്താണ് MP ആയി നിൽക്കുന്ന. ഒരു 3 ദിവസം ഇനി ബാക്കിയുള്ളത് മൂപ്പര് MP സ്ഥാനം പോവാൻ 3 ദിവസം അല്ലേ? 3 ദിവസം ഇനി ബാക്കിയുള്ളൂ. ഇത് ഇയാള് പറഞ്ഞ് ഇയാളെ വിശ്വസിച്ച് നമ്മളെ പറയണ്ടേ? ഇത് എഴുതി തെരഞ്ഞെടുപ്പിന്റെ അന്ന് റിസൾട്ട് വരുന്ന അന്ന് രാവിലെ എന്റെ നമ്പർ ഉണ്ടല്ലോ, ഓരോരുത്തർ വിളിച്ച് തെറിയൊന്നും വിളിക്കൂല കേട്ടോ, അതൊക്കെ ഞാൻ തുറന്നു പറയാം. AP-കാർ വിളിക്കും പോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരൊന്നും എന്നെ തെറി വിളിച്ചിട്ടില്ല. നല്ല പരിഹാസം കലർന്ന ചോദ്യങ്ങൾ ചോദിക്കും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട. രാവിലെ തന്നെ ചോദിച്ചു, എന്നോട് വിളിച്ചിട്ട് വോട്ടർ എണ്ണൽ തുടങ്ങിയിട്ട് മൂപ്പര് തോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്, 72,000 എത്തൂല്ലേ? ഞാൻ പറഞ്ഞു എന്തായാലും എത്തുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. കാരണം ഇനി വരാൻ പോകുന്നത് ഇതേപോലുള്ളതാ കേൾക്കാനുള്ളതെന്നറിയാം. അതിന് കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിൽ നിന്നൊരു ഫോൺ വരാനുള്ളത് കൊണ്ട് ഫോൺ ഓണാക്കിയപ്പോ ഒരു സ്ഥലത്ത് നിന്ന് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് എനിക്ക് ഫോണിലൂടെ കേൾപ്പിച്ചു തരാം. വളരെ ക്രിയേറ്റീവാണ്. ഇങ്ങനെയൊക്കെ സഫാരി ചെയ്തോളൂ, അല്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിജയിച്ച പടക്കം പൊട്ടിക്കൊക്കെ സാധാരണയാണ്. അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ സംസ്കാരമാണ്, രാഷ്ട്രീയ സ്റ്റൈലാണത്. അത് അവരവരെ സംസ്കാരം കാണിക്കുന്നു. ഇവര് തെറി വിളിക്കാന്നുള്ള ഇവരെ സംസ്കാരമാണ്, അത് കാണിക്കുന്നു. നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ട് കാര്യമില്ല. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഏതായാലും ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഈ പത്രത്തിൽ ഇതാ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയത്? ഇത് ഒരു സുന്നി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികളെ ഓർമ്മിച്ച് വോട്ട് കുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. കണ്ണീര് കുടിച്ച പണ്ഡിതന്മാരുണ്ട്. സങ്കടങ്ങൾ തീർപ്പുണ്ടാക്കുന്ന മത്സരമാണ്. അടിയുമിടിയും തൊഴിയും കൊണ്ട് തലയും തൊലിയും പോയ നിരപരാധർ വിധി പറയുന്ന മത്സരമാണ്. ഓർത്തുവെക്കുക, കണക്കുകൾ പിഴക്കാതെ ചൂണ്ടുവിരൽ പ്രയോഗിക്കുക. ജനാധിപത്യത്തിൽ പൗരൻ വിധികർത്താവാകുന്ന ഈ ദിവസത്തിലെ വിധികൽപ്പനയാണ് ഈ മഹാരാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഓർക്കുക. മുഹമ്മദ് KP, ചീഫ് എഡിറ്റർ. KP പറഞ്ഞാന്ന ആശയം ഞാൻ എഴുതി, അത്രേന്നുള്ളൂ. അന്ന് എഡിറ്റോറിയൽ അടക്കം ഇങ്ങനെയാണ്. നമ്മള് പിന്നിതാ സാമ്രാജ്യത്തിനെതിരെ പടപൊരുതാണ്. നല്ല ചിത്രം മൂപ്പർക്ക് അന്ന് കിട്ടിയ ചിഹ്നവും ഫാന് കിട്ടാൻ പറ്റും തൂങ്ങാനും. മറുഭാഗത്തിത ഇത് AP-ന്റെ സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, മറ്റേ ഭാഗത്തിത നമ്മളെ അംസാക്കുണ്ട്, ഹാദാ ഖൗമുൻ ജാഹിലും.
അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഇതിൽ തന്നെ വളരെ രസകരമായൊരു സംഭവത്തിനകത്തുണ്ട്. ഇതാ ബാക്കിലൊരു ഫോട്ടോ, കുറെ ആളുകൾ ഇരിക്കുന്നു, ഖലീൽ തങ്ങള്, ഉള്ളാള് തങ്ങള്, അപ്പുറത്ത് ശൈഖുനാ കാന്തപുരം എ പി ഉസ്താദ് അവർകളെ കൈ പിടിച്ചിട്ടുള്ള അവരുടെ കൈ പിടിക്കുകയാണ് ഹുസൈൻ താണി. എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പ് അത്ഭുതം വിരിയിച്ച കൈ പിടിച്ച്. എന്നോടൊപ്പം ഇതിന്റെ എഡിറ്ററായി ഉണ്ടായിരുന്ന ഒരാളാരാണ്? നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സിറാജിലൂടെ തോന്നിവാസങ്ങൾ എഴുതിവിട്ട OM തരുവണയാണ് എനിക്കൊപ്പം എഡിറ്ററായി ഉണ്ടായിരുന്ന മറ്റൊരാള്. വേറൊരാള് റിസാലയിൽ ഒരു എഡിറ്ററാണ്. അയാളിപ്പോ സൈലന്റ് ആണ്. അയാൾക്ക് എപ്പോഴെങ്കിലും ശക്തി കൂടി വരുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ നിങ്ങളെ പേര് ഇൻഷാ അല്ലാഹ് പറഞ്ഞോളാം പൊതുവേദിയിൽ. ഇപ്പൊ നിങ്ങളെ മാന്യതക്ക് ഞാൻ വില കൽപ്പിക്കുന്നു. ഇത് ഈ പത്രം എഴുതിയ കഥയാണ്. ഇങ്ങനെ ഒരുപാട് ആ കാലത്തിലുള്ള കുറെ പത്രന്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടാണ്. നമ്മൾ അച്യുതാനന്ദന്റെ ഫോട്ടോ. അങ്ങനെ വേറൊരു സ്ഥലത്ത് ഈ ഹുസൈൻ രണ്ടത്താണി വേറൊരാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആരാ? നമ്മളെ മലപ്പുറത്തുള്ള മഅദനിലെ സലാത്തിലെ തങ്ങള്. ഈ അടുത്ത് മുമ്പൊരു പരസ്യം കണ്ടു. ഞാൻ തങ്ങളെ വിമർശിക്കല്ല, ആ പരസ്യത്തെ വിമർശിക്കുകയാണ്. ആ പരസ്യം വിമർശന വിധേയമാണ്. അത് കൊടുത്തതിൽ തങ്ങൾക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ തങ്ങളെ തിരുത്താൻ തയ്യാറാവണം. സ്വലാത്തിന്റെ പരസ്യം എന്താ? നിങ്ങൾ ഉദ്ദേശിച്ച സീറ്റ് കിട്ടാൻ സ്വലാത്തിൽ പങ്കെടുക്കുക. കുട്ടികളോട് പറയാണ്. എന്നോടൊരു സുഹൃത്ത് തമാശയിൽ ഇങ്ങനെ പലതും SKSMന്റെ പ്രവർത്തനാണ്. അയാൾ ഇടയ്ക്കിടെ വിളിച്ച് പറയും, തമാശ പറയും കുറെ. അയാൾ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഇന്ന് ഞങ്ങളെ നാട്ടിൽ ഈ പരസ്യം കണ്ടതിന് ശേഷം സിറാജിലെ ഇന്ന് ഞങ്ങളെ നാട്ടിലുള്ള കുറെ ഹിന്ദുക്കൾ വണ്ടിയും പിടിച്ച് സ്വലാത്ത് അങ്ങ് പോകുന്നത് സ്വലാത്തിന്. ഞാൻ ചോദിച്ചെന്താ? അവർ മക്കൾക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ സ്വലാത്ത് പങ്കെടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് എല്ലാം പർദ്ദ ഇട്ടിട്ട് വരുന്നുണ്ട് എന്നാ പറയുന്ന കേട്ട്. ഈ പരസ്യം വായിച്ച അങ്ങനെയൊക്കെ തന്നെയല്ലേ വരിക? ദുന്യാവിന് വേണ്ടി സലാത്ത് നടത്ത വെറും ദുന്യാവ് മാത്രം. പിറ്റേത്തെ ആഴ്ച വേറെ പരസ്യം വരൂലേ? ഇതിൽ സീറ്റ് കിട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരും നല്ല ഹോസ്റ്റൽ കിട്ടാൻ, പിറ്റേത്തെ ആഴ്ച വരും നല്ല ക്യാൻറ്റീൻ കിട്ടാൻ, പിറ്റേത്തെ ആഴ്ച എന്താ വരിക? പരീക്ഷ എളുപ്പമായി കിട്ടാൻ. ഇങ്ങനെ ആഴ്ചയിലും ഓരോ ദിവസവും സലാത്ത് നടത്തുന്ന ഇതിനാണെന്ന് പറയുന്ന കോലത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോ ദുന്യാവ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലാത്തൊരു പരസ്യം ഇതുവരെ സലാത്ത് നഗറിൽ ഈ അടുത്ത കാലത്ത് കാണാറില്ല. ആ സലാത്ത് നഗറിന്റെ തങ്ങള് ഹുസൈൻ രണ്ടത്താണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അടിക്കുറിപ്പിത സുന്നികൾ ഏറ്റെടുത്തു. എനിക്ക് എന്താന്ന് ഇപ്പോ മനസ്സിലായില്ല. ഏറ്റെടുത്ത് തോപ്പിക്കാൻ ഏറ്റുന്നാണോ ജയിപ്പിക്കാൻ ഏറ്റുന്നാണോ? എന്നിട്ട് പേരോട് പറയാണ് ഞങ്ങൾക്കൊരു ബന്ധമില്ല, അത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇതൊക്കെ പറയിപ്പിക്കുകയാണ്, അഡ്ജസ്റ്റ്മെന്റ് പറയിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഉറച്ചു പറയാം, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറാമത്താണ്. സമസ്തക്കെതിരെ പ്രവർത്തിച്ചവർ കാലാന്തരങ്ങളിൽ അപകടകരമായ അവസ്ഥയിലേക്ക് പരാജിതരായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട SSFകാരാ, കാന്തപുരത്തോടൊപ്പം നിങ്ങൾ ചേർന്നു പോയെങ്കിൽ അറിയാതെ ചേർന്നതായിരിക്കാം. ഞങ്ങളൊക്കെ അങ്ങനെ അബദ്ധത്തിൽ ചാടിയവരാണ് ഞങ്ങൾ. 26 കൊല്ലം അങ്ങനെ ആഴാക്കൊപ്പം വിനിയോഗിക്കേണ്ടി വന്നെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് മോചനത്തിന്റെ വഴി തെളിഞ്ഞു വന്നു. ആ മോചനത്തിന്റെ വഴി നിങ്ങൾക്കും തെളിഞ്ഞു വരാനുള്ളതാണ് ചിന്തിച്ചാൽ. അല്ലാതെ SKSSFന്റെ പ്രവർത്തകർ സമ്മേളനവും പരിപാടി നടത്തുമ്പോ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിച്ചാൽ നിങ്ങൾക്ക് സത്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഇന്നുള്ള ഈ അബദ്ധസഞ്ചാരത്തിന്റെ ഈ നിങ്ങളിങ്ങനെ ആപതിച്ചു കിടക്കുമെന്നല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. രാത്രി ഇരുട്ടായ ഒരു പ്രദേശത്തൂടെ പോകുമ്പോ വഴിയറിയാതെ വല്ലാതെ ഇരുട്ടിൽ കുടുങ്ങി ഒന്നും അറിയാതെ ഒരു സ്ഥലത്ത് നമ്മൾ വീണുപോയി. എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നില്ല. നമ്മൾ അവിടെ ഇരുന്നു. രാവിലെ വെളിച്ചം വന്നപ്പോ മനസ്സിലായത് ചളിയിലായിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയോ ഞാൻ ഇത്രയും സമയം ഇരുന്ന സ്ഥലമാണിത്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണെന്ന് പറയോ? ഇല്ല, ഇത് ചളിയാണെന്ന് ബോധ്യപ്പെട്ടു. ഈ ചെളിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഇനി എന്തൊക്കെ വഴിയുണ്ട് എന്നാ ഞാൻ ചിന്തിക്കുക, ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുക. അതുപോലെ നമ്മൾ വഴിയറിയാതെ, ദിക്കറിയാതെ, ദിശയറിയാതെ കൂരിനുള്ളിൽ കാന്തപുരം കൊണ്ടെത്തിച്ച ഏതോ അപകടസന്ധിയിലുള്ള ഒരു പ്രദേശത്ത് നമ്മൾ ചളിയിൽ പെട്ടുപോയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രവർത്തകരെ, SSFകാരാ, ആ ചെളിയിൽ നിന്നേറ്റ് കഴുകി വൃത്തിയായി ശുദ്ധമായ സുന്ദരമായ സമസ്തയുടെ പാതയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളൊരു പക്ഷേ നിങ്ങൾ ധരിച്ചിരിക്കുന്ന മഞ്ഞ കണ്ണട കൊണ്ട് സമസ്ത നോക്കിയാൽ കാന്തപുരത്തിൽ കാണുന്ന ആകാര സൗഷ്ഠ്യം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ചില്ലുകൂടാരത്തിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുന്ന ആ സൗകുമാര്യതകളൊന്നും കാണാൻ സാധിച്ചെന്ന് വരില്ല.
ഇവിടുത്തെ പണ്ഡിതന്മാർ ഒരുപക്ഷെ ഇസ്തിരിയിടാത്ത കുപ്പായവുമായി നടക്കുന്നവരായിരിക്കാം. നിമിഷാർദ്രങ്ങളെ കൊണ്ട് വസ്ത്രം മാറി, അത്തറ് മാറി, സ്പ്രേ മാറി, സൗന്ദര്യങ്ങൾ മാറ്റി മാറ്റി മറിക്കാനുള്ള അല്ലെങ്കിൽ സൗകര്യമുണ്ടായാൽ പോലും അവകളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരായിരിക്കില്ല ഇവിടെയുള്ളവർ. അപ്പൊ നിങ്ങൾ കണ്ട കണ്ണട കൊണ്ട്, എപ്പോഴും നിങ്ങൾ കാണുന്ന കണ്ണട ഈ നോക്കാതെ ഒന്ന് നല്ല ലെൻസ് വെച്ചൊന്ന് നോക്കുക. നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ സമസ്തയിലേക്ക് നോക്കുക. ഒരുപാട് കാലം ഞാനും നോക്കിയപ്പോ ആ മഞ്ഞക്കണ്ണട, മർക്കസ് തന്ന മഞ്ഞക്കണ്ണട വെച്ച് ഞാൻ, അല്ലെങ്കിൽ കാന്തപുരം തന്ന കണ്ണട വെച്ച് ഞാൻ, അല്ലെങ്കിൽ കണ്ണട വെച്ച് ഞാൻ നോക്കിയപ്പോ എനിക്ക് സമസ്തയുടെ പണ്ഡിതന്മാരെ മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ മോശമാണെന്ന് തോന്നിയ കണ്ണട ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എനിക്ക് കണ്ണട തന്നവർ തന്നെ കണ്ണട തന്നവർ അവരുടെ ജീവിത വിശുദ്ധിയില്ലാതെ ഒരിക്കലും പുറത്തു പറയാൻ പോലും പറ്റാത്ത ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങളുടെ അധിപന്മാരായി കേരളത്തിൽ ജീവിക്കുന്ന കച്ചവടത്തിന്റെ ഏറ്റവും വലിയ ആത്മീയ കച്ചവടക്കാരാണെന്ന് ആ കണ്ണടയൊന്ന് കൃത്യമായി കണ്ണിന് വെച്ച് നോക്കിയപ്പോ കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ തിരിഞ്ഞൊന്ന് നോക്കി. പണ്ട് ഞാൻ നോക്കിയ പ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ അനിശ്ചിത കോയക്കുട്ടി ഉസ്താദിന്റെ നേരെ നോക്കിയപ്പോ വറഇന്റെ സൂക്ഷ്മതയുടെ അതിഗംഭീരമായ സ്നേഹത്തിന്റെയും ശാദ്വലമായ അറിവിന്റെ തീരവും ഏറ്റവും വലിയ ആത്മീയ നേതൃത്വത്തിന്റെ സർവ്വഗുണങ്ങളും മേളിച്ച ഒരു വലിയ പണ്ഡിതനായി പ്രിയപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റിനെ കണ്ടു. പിന്നെ കണ്ണട വീണ്ടും തിരിച്ചു വെച്ചുകൊണ്ട് ഞാൻ നോക്കി ബഹുമാനപ്പെട്ട സമസ്തയുടെ സെക്രട്ടറി സൈനുൽ ഉലമയെ. ലാളിത്യമാർന്ന ജീവിതത്തിന്റെയും ആരെയും കൂസാത്ത പാണ്ഡിത്യത്തെയും ഞാൻ അവിടെ കാണുകയാണ്. അങ്ങനെ സമസ്തയുടെ പണ്ഡിതന്മാരും മുഴുവനും നോക്കി. അതിൽ പലരുടെയും കൈകൾ പിടിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിത വിശുദ്ധിയില്ലാത്ത ഏതെങ്കിലും വൃത്തികെട്ട രാഷ്ട്രീയ സംഹിതകൾക്ക് പിന്നാലെ പോകുന്ന ആയിരിക്കാം. അങ്ങനെയൊക്കെ പോയ എനിക്ക് ഇവിടേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഇവിടുത്തെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ സയ്യിദുമാരിൽ പ്രമുഖനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആ കയ്യൊന്ന് പിടിച്ച് മുത്തമിടാൻ കഴിഞ്ഞപ്പോ ഞാൻ എന്റെ അനുഭൂതി എന്റെ മനസ്സിനുണ്ടായി. എന്റെ മനസ്സുകളെ നിയന്ത്രിക്കുന്നത് ഹബീബാണെന്ന് എനിക്കറിയാം. ആ ജന്മം അടുക്കുന്നത് ഞാൻ പിന്നെ അറിയാതെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ് രംഗം. അതെന്റെ പ്രബോധനത്തിന് എനിക്ക് പ്രചോദനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഈ പ്രചോദനങ്ങളെ എന്റെ ജീവിതത്തിലെ വഴി അവിടെ വെച്ച് ഞാൻ തീരുമാനിച്ചു. അവിടെയാണ് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നത്. തന്റെ എന്റെ സങ്കടം ഞാൻ എവിടെ പറയുമെന്ന് അദ്ദേഹം ചോദിച്ചില്ലേ? എന്റെ 6 കൊല്ലത്തെ സങ്കടം എവിടെ പറയുമെന്ന് ചോദിച്ചില്ലേ? എനിക്കുമുണ്ടായിരുന്ന സങ്കടം, എന്റെ 6 കൊല്ലത്തെ സങ്കടം എവിടെ പറയുമെന്നാണ് എനിക്കും ചോദിക്കാനുണ്ടായിരുന്നത്. ഞാനത് പറഞ്ഞു. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് പാണക്കാട് തങ്ങളോട് ഞാനത് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, മോനെ പ്രശ്നമാക്കണ്ട. നസൂഹായ തൗബയുമായി വരുന്നവർ കഫാറത്തിനുള്ള പണികളെടുത്ത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് തെറ്റുണ്ടാവാൻ കാരണമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് തിരുത്തി കൊടുത്ത് ആ തിന്മക്കെതിരെ പോരാടാൻ നീ തയ്യാർ, അല്ലാഹ് ഞങ്ങളുണ്ട് നിന്നോടൊപ്പം പ്രാർത്ഥനയുമായി എന്ന് പറഞ്ഞ് എന്റെ വേദനകൾ കേൾക്കാൻ ഒരാളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സസഫുകാര, ഇത് നിർമ്മലമായ സ്നേഹത്തിന്റെയും ആദർശത്തിന്റെയും വേദിയാണ്. നിങ്ങൾ കാണുന്ന കാട്ടിക്കൂട്ടലുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ ഒരുപക്ഷെ പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടായിരിക്കാം. നിങ്ങളെപ്പോലെ നല്ല ഇംഗ്ലീഷ് മലയാളം സംസാരിക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചില്ല എന്ന് വരാം. അവർക്കൊരുപക്ഷെ നിങ്ങൾ പറയുന്ന മീമാംസകളിലെ പലതും അവർക്കറിഞ്ഞില്ല എന്ന് വരാം. നിങ്ങൾ വാങ്ങുന്ന അത്തർ കടയിൽ പോയി അവർ അത്തർ വാങ്ങിയില്ല എന്ന് വരാം. പാവപ്പെട്ട മുസ്ലിയാന്മാർ നിങ്ങൾ ധരിക്കുന്നത് പോലെ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ചിലപ്പോൾ അവർ ശ്രമിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടാവാം. അതൊന്നുമല്ല മാനദണ്ഡം. ഞാൻ പലരും സംഘടന ഇസ്ലാം വിരുദ്ധ സംഘടനയാണെന്ന് തെളിയിച്ചു പറഞ്ഞപ്പോ അവരെന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: രാജാക്കന്മാരുടെ അടുത്ത് പുസ്താദല്ലേ എത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പഴയകാല രാജാക്കന്മാർക്ക് മുന്നിലെത്തിയ പണ്ഡിതന്മാരെ കാണാം. ചരിത്രം അവരെ ആരെയും ആത്മീയ പണ്ഡിതരുടെ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാരെയാണ്. ആ പണ്ഡിതന്മാരാണ് നമുക്കുള്ളത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തവർ പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ ഇന്ന് വന്നിരിക്കുന്നു. ശംസുൽ ഉലമയ്ക്കെതിരെ കേസ് കൊടുത്തവർ എന്താ പറഞ്ഞത്? സമസ്തയുടെ പ്രവർത്തകരും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇനി ഞാൻ പറയുന്നത് ാനുള്ള കാരണമായി എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഇതെനിക്ക് പറയാനുള്ള അധികാരവും എനിക്കുണ്ട്. കാരണം കാന്തപുരത്തെ കണ്ട ആളാണ് ഞാൻ, അറിഞ്ഞ ആളാണ് ഞാൻ, പാണക്കാട് കുടുംബത്തെ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുമാണ്, ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുമാണ്. ആ നിലയിൽ എനിക്ക് പറയാം, പാണക്കാട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കെതിരെ, കണ്ണിയത്ത് ഉസ്താദിനെതിരെ ഒരു കാലഘട്ടത്തിൽ ഇവർ കേസ് കൊടുത്തിട്ട് മുഖം കെട്ടുപോയ ഗതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുഖസൗകര്യങ്ങളുടെ സർവ്വസീമകളും എല്ലാം ലംഘിച്ചുകൊണ്ട് അവർ സുഖിക്കുമ്പോ എന്ന് പറഞ്ഞ് തന്നെയാണ് അബ്ദുൽ ബാരി ഉസ്താദ് തമ്മിലേക്ക് വന്നത്. ഞൊടിയിട കൊണ്ടൊന്നും മിണ്ടാതിരുന്നാൽ, നിശബ്ദത പാലിച്ചാൽ സർവ്വ സൗകര്യങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിന് അവർക്കൊപ്പം നിൽക്കാം, എല്ലാം നൽകാൻ തയ്യാറാണ്. പക്ഷേ പ്രിയന്റെ പിതാവ് അണ്ടോണ ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വഴിപിഴപ്പിന്റെ മാർഗത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. ആ ശംസുൽ ഉലമയ്ക്കെതിരെയും കണ്ണിയത്ത് ഉസ്താദിനെയും കേസ് കൊടുത്തവർ അവർ ഇപ്പോ ഞങ്ങൾ സമസ്തയെ അംഗീകരിക്കുന്നു, ഞങ്ങളുടെ നേതാക്കളാണ് പാണക്കാട്ടെ തങ്ങന്മാരെയും വിളിച്ചു പറയുന്നു. എന്നാൽ ഇതാ കേട്ടോളൂ, ഈ രണ്ട് മഹാന്മാർക്കെതിരെ കേസ് കൊടുത്തവർ 2 ആഴ്ച മുമ്പ് കണ്ണൂരിലെ ഇരിക്കൂറിലെ കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട 2 വ്യക്തികളെ പെടുത്തിയിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അതുപോലെ ചിത്താരി ഹംസ മുസ്ലിയാരും പ്രത്യേകം നിർദ്ദേശം നൽകി പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചത്? കേരള മുസ്ലിങ്ങൾ ഏറെ സ്നേഹിക്കുകയും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഓടിച്ചെല്ലുകയും ചെയ്യുന്ന പാണക്കാട് തറവാടിലെ ഇന്നും ആറ്റപ്പൂ എന്ന് സമൂഹിക്കുന്ന ആ ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നിർദ്ദേശം നൽകിയിട്ട് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കാന്തപുരത്തിന്റെ അനുയായികൾ യോഗ്യനല്ല തങ്ങളെന്ന് പറഞ്ഞ്, അതുകൊണ്ട് തങ്ങൾ ഖാലിസ്ഥാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് പാണക്കാട് തറവാടിന്റെ മുന്നിലേക്ക് വേദനയോടെ ആയിരങ്ങൾ കടന്നുപോയ തറവാട്ടിന്റെ മുന്നിലേക്ക് പരിഹാരമാകാതെ കോടതിയിൽ കിടന്ന കേസുകൾക്ക് പോലും പരിഹാരമുണ്ടാക്കാൻ കടന്നുപോയ മുറ്റത്തേക്ക്, രോഗപീഠകളുമായി പോയവർക്ക് സാന്ത്വനത്തിന്റെ ശക്തി പകർന്ന പാണക്കാട് മുറ്റത്തേക്ക്, കല്യാണപ്രായമെത്തിയ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ, മുഴുപ്പട്ടിണിയിലുള്ളവർ, ജീവിതത്തിന് വഴികളറിയാത്തവർ, കഷ്ടപ്പെട്ട് വേദനിച്ചു പോകുന്ന കണ്ണീരുമായി കടന്നു ചെല്ലുമ്പോ പാണക്കാട് ഒരിക്കൽ സംസാരിക്കാനുള്ള അർഹത ലഭിച്ചാൽ, അവസരം വീണ കണ്ണുനീരുകൾ പ്രാർത്ഥിച്ചാൽ വലിയ ലക്ഷക്കണക്കായ മുറ്റത്തേക്ക് തങ്ങളെ കാണാനും തങ്ങളുടെ പേരിൽ ഒരു സമൻസ് കൊണ്ടുകൊടുക്കാനും വേണ്ടി കാന്തപുരത്തിന്റെ ശിഷ്യന്മാരാൽ പറഞ്ഞയച്ചിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവർ സമൂഹത്തിൽ ദുഷിച്ചു പോകാൻ, ദുഷിച്ചു നാറാൻ ഇനി എന്തു വേണം? ഇത്ര അപകടമായ ഈ വിഭാഗം സമുദായത്തെ ഭിന്നിപ്പിക്കുകയും ിൽ പിന്നെ ആരാണ് ചിത്രീകരണത്തിന്റെ ശക്തികൾ? ഇവരെ നയിക്കുന്നത് മൊസാദ് തന്നെയാണ്, ഇസ്രായേൽ തന്നെയാണ്. ഇതിൽ തെളിയുകയാണ്. പാണക്കാട് തറവാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലീസിന്റെയോ ചരിത്രം ഒരിക്കലും അത് പാണക്കാട് തറവാടിലെ പ്രിയപ്പെട്ട തങ്ങന്മാരുടെ ഏറ്റവും ശ്രേഷ്ഠനായ വലിയും ഏറ്റവും കേരളം മുഴുവൻ അറിയപ്പെട്ടിരുന്ന മഹാനായ ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങൾ എന്ന മഹാനവർകൾ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പ്രപിതാക്കളിൽ ഒരാൾ. ആ ആറ്റക്കോയ തങ്ങളുടെ പേരാണ് ഹൈദർ അലി തങ്ങളെ വിളിക്കുന്നത്.
ആ തങ്ങളിലേക്ക് ആത്മീയമായി ചേർത്താൻ പറ്റുന്ന സവിശേഷതകൾ ചെറുപ്പം മുതൽ കണ്ടുവന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കപ്പെട്ടത് എന്നാണ് പാണക്കാടുമായി ബന്ധമുള്ളവർ പറയുന്നത്. അത്ര വലിയ ശ്രേഷ്ഠതയുള്ള ആ മഹാനവറുകൾ അവർ ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരുന്ന വിശ്വാസി സമൂഹത്തിന് ശക്തി പകർന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരണ നൽകിയിരുന്ന മഹാനവറുകളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് ആയുധങ്ങളില്ലാതെ ആത്മവീര്യവും ഈമാനും മാത്രം കൈമുതലാക്കി യുദ്ധത്തിലേക്ക് പോയ മലപ്പുറങ്ങളെ ബ്രിട്ടീഷുകാരൻ തന്റെ തോക്കുകൊണ്ട് വെടിയുതിർത്തുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കി കൊന്നുകളഞ്ഞ് രക്തസാക്ഷിത്വം അവർ വരിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാത്രം വെടിയേൽക്കുന്നില്ല. ബ്രിട്ടന്റെ ആയുധങ്ങളൊന്നും ഏൽക്കുന്നില്ല. അവസാനം ബ്രിട്ടീഷുകാർ അയാളെ പിടിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിന്റെ ശരീരത്തിൽ വെടിയേൽക്കാതിരിക്കാൻ പറ്റുന്ന അമാനുഷികമായ എന്തുണ്ട് നിന്റെ കയ്യിൽ? അയാൾ പറഞ്ഞു, എന്റെ കയ്യിൽ, എന്റെ കഴുത്തിൽ ഒരു ഏലസുണ്ട്. ഈ ഏലസുള്ള കാലത്തോളം എന്നെ ഏത് ശത്രുവിനായാലും ആക്രമിക്കാൻ കഴിയില്ല. പണക്കാട്ടേക്ക് വിശ്വാസികൾ പോകുന്നത് എന്തിനാ? ഒരു ഏലസ് വേണം തങ്ങളെ സംരക്ഷണത്തിന്, സുരക്ഷക്ക്, എന്റെ ആത്മീയ സുരക്ഷക്ക്, ഭൗതിക സൗകര്യത്തിന്, ഈമാനിക ജീവിതത്തിന്, വേദനകൾക്ക്, എല്ലാറ്റിനും വേണ്ടി അവിടെ പോകുന്നവർ കരയുകയാണ്, കേഴുകയാണ്. ആ തങ്ങൾ കൊടുത്തു, ശിഹാബുദ്ദീൻ തങ്ങൾ കൊടുത്തു. എന്നിട്ട് ആ കൊടുത്ത ഏലസുമായി യുദ്ധം ചെയ്ത മനുഷ്യനെയാണ് ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുവന്നിട്ട് ചോദിക്കുന്നത്, ആരാണ് എനിക്കിത് തന്നത്? അയാൾ പറഞ്ഞില്ല. ശക്തമായ അക്രമങ്ങൾ വന്നപ്പോ മരണപ്പെട്ടു പോകുമെന്ന് തോന്നുന്നൊരു ഘട്ടത്തിൽ പറഞ്ഞു, പാണക്കാട് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയ തങ്ങളായത് തന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഹുസൈൻ ശിഹാബുദ്ദീൻ തങ്ങളുടെ അടുത്തേക്ക് പട്ടാളക്കാർ വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ ഒരു കാരണവശാലും ഒരു കേസിലും പെടരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് CD-കളൊക്കെ ഉണ്ട്. അതാ മംഗലാപുരത്തെ സഖാഫി സമ്മേളനത്തിന്റെ CD അവിടെ ഉണ്ട്. എല്ലാ SSF-കാർക്കും കൊടുക്കാനുള്ളതാണ്. ശംസുലുൽമയെ കുറിച്ച് റഹ്മാനി പ്രസംഗിച്ച CD-ഒക്കെ ഉണ്ട്. എല്ലാം വാങ്ങണം എല്ലാവരും. എന്നിട്ട് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, അതുകൊണ്ട് നിങ്ങളെ കേസിൽ കൊടുക്കരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളതുകൊണ്ട് തങ്ങളൊന്ന് എഴുതി തന്നാ മതി. ഞാൻ കൊടുത്തതല്ല ഈ ഏലസ് എന്ന് എഴുതി തന്നാ മതി. തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ എഴുതില്ല. കാരണം ഞാൻ ഈ യോദ്ധാക്കൾക്ക്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപ്ലവകാരികൾക്ക് ഞാൻ നൽകിയ സമ്മാനമാണത്. എന്റെ വിപ്ലവ വീര്യം എനിക്കവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എനിക്ക് എന്റെ കയ്യിലുള്ള ആത്മീയ ശക്തി അല്ലാഹ് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന ചിന്തയിലാ കൊടുത്തത്. ഞാൻ ില്ലെന്ന് പറഞ്ഞപ്പോ അവസാനം അവർക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാൻ. തങ്ങളങ്ങനെ നാട് കടത്താൻ തീരുമാനിച്ചു. നാട് കടത്തിയിട്ട് തമിഴ്നാടിലാണ് തങ്ങളുടെ മക്ബറയുള്ളത്. കാന്തപുരത്തിന്റെ തിട്ടൂരം കിട്ടി കോടതിയിലേക്ക് നടന്നുപോയ പ്രവർത്തക, ഓർമ്മിക്കണം, പാണക്കാട്ട് തങ്ങന്മാരെ പരിഹസിക്കുന്ന SSF-ന്റെ പ്രവർത്തകരെ ഓർക്കണം. നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞയച്ച ആ പാണക്കാട് കേസ് കൊടുക്കാൻ പറഞ്ഞയച്ചവർ ഇനി കേൾക്കുക. ഈ കേസിൽ തങ്ങളെ കൊടുക്കാൻ കാരണക്കാരനായി നടന്നൊരു പോലീസുകാരനുണ്ടായിരുന്നു. അല്പ ദിവസത്തിനകം ആ മനുഷ്യൻ രോഗബാധിതനായി മരണപ്പെട്ടു. രോഗബാധിതനായി കുറെ ദിവസം അയാൾ കിടന്നു. അയാളുടെ ശരീരം മുഴുവൻ ചീഞ്ഞു നാറി. എന്നിട്ട് പുഴുക്കളരിക്കാൻ തുടങ്ങി. അന്നത് കണ്ടവർ, ചരിത്രമെഴുതിയവർ പറയുന്നു, ഒരു ആടിനറുത്ത് അയാളുടെ ശരീരത്തിൽ കൊണ്ടുവച്ചാൽ ആ പുഴുക്കൾ നിമിഷാദ്രം കൊണ്ടത് തിന്നു തീർക്കും വിധം അത്രയേറെ പുഴുക്കളെ കൊണ്ട് നാറിപ്പോ. അങ്ങനെയാണ് അയാൾ മരണപ്പെട്ടു പോയത്. ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട SSF-കാരാ, വെറുതെ പോകാൻ കഴിയില്ല. ഇത് പാണക്കാട് കാണിച്ചത് ഇസ്ലാം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നേതൃത്വം നൽകിയ കണ്ണിയത്ത് ഉസ്താദിനെതിരെ കേസ് കൊടുത്തവർ, അതിന്റെ വിശുദ്ധിക്ക് വേണ്ടി ക്രൈസ്തവതയോട് യുദ്ധം ചെയ്ത് ആദർശബോധം വളർത്തിക്കൊണ്ടുവന്ന ഷംസുല്ലമ എന്ന അറിവിന്റെ അനന്തസാഗരത്തെ പിടിച്ചുകെട്ടാൻ കേസ് കൊടുത്തവർ, അവസാനം ആത്മീയ വിശുദ്ധിയുടെ ആൾരൂപമായി കേരള മുസ്ലിങ്ങൾക്ക് വിശ്വാസ ചൈതന്യം നൽകിയ പാണക്കാട് പ്രിയപ്പെട്ട തങ്ങന്മാർക്കെതിരെ കേസ് കൊടുത്ത അനുയായികൾ, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്?
നിങ്ങൾ ഏത് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഏത് ഹബീബിനോടാണ് നിങ്ങൾക്ക് സ്നേഹമുള്ളത്? നിങ്ങൾ പറയുന്നു ഹബീബിന്റെ തെരുവുടി ഞങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ ഹബീബിന്റെ കൊച്ചുമോനെതിരെ, പൗത്രനെതിരെ 40ാമത്തെ തലമുറയിലെ കേരള സമൂഹം ആദരിക്കുന്ന പാണക്കാട് തങ്ങൾക്കെതിരെ നിങ്ങൾ കേസും കൊടുക്കുന്നു. ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ നാസറുദ്ദീൻ കോട്ടയമൾക്ക് എന്താ വിളിച്ചതെന്ന്? പാണക്കാട്ട് തങ്ങളെ, കൊടപ്പനക്കലെ തങ്ങളെ, ശിഹാബ് തങ്ങളെ, എവിടെ താടി എന്ന് ചോദിച്ചിരുന്നു. തങ്ങളെ താടി കുറച്ച് ചെറുതാക്കിയിട്ട് വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഷേവിയല്ല, കുറച്ച് ചെറുതാക്കി വെക്കുന്ന കാലം. അന്ന് അതിനെപ്പോലും പ്രസംഗിച്ചു നടന്നവർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഹബീബിനെ സ്നേഹിക്കുന്നു, ആഹാറുകളെ സ്നേഹിക്കുന്നുവെന്ന്. അവിടുത്തെ മക്കളെ സ്നേഹിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് എന്താണോട് സ്നേഹിക്കാൻ കഴിയുക? നിങ്ങളുടെ സ്നേഹം ആസാറിനോടല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് 6 ആളോടുണ്ടാവാം, നിങ്ങളെ പുറത്താക്കിയ 6 ആളുകളോടുണ്ടാവാം. അല്ലാതെ ആസാറിനോട് നിങ്ങൾക്ക് യാതൊരു പ്രതിപത്തിയുമില്ല. നിങ്ങൾ കാണിക്കുന്നത് കച്ചവടമാണെന്ന് പറയാതെ വയ്യ. ഇവിടെ സൂചിപ്പിച്ചു ജാലിയവാലയുടെ കഥയൊക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. 2.5 മീറ്റർ നീളമുള്ള മുടി ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാം. ആ 2.5 മീറ്റർ നീളമുള്ള മുടി ബോംബെയിൽ വെച്ചിട്ട് ഇയാൾ പറഞ്ഞത് ഇത് ഹബീബിന്റെ തിരുമുടിയാണെന്നാണ്. എന്നിട്ട് ഇപ്പൊ ഇവരെന്താ പറയുന്നത്? ഞങ്ങളെ ഉസ്താദിന്റെ കയ്യിൽ തിരുമുടിയുണ്ട്. വഹാബ് സഖാഫി അങ്ങനെ പ്രസംഗിക്കാം. ഉസ്താദിന്റെ കയ്യിലുള്ള തിരുമുടി ആരെങ്കിലും എതിർത്താൽ, ഉസ്താദ് കൊണ്ടുവന്ന ഈ തിരുമുടി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നത് ഉസ്താദിന് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ ഉസ്താദ് മഹാനായി മാറിയത്. ഞങ്ങൾ ഉസ്താദ് ലോകത്തെ ഏറ്റവും വലിയ മഹാനാവാനും ഉസ്താദിന്റെ ദർജ കൂടാനും ഇത് കാരണമാണ്. ഈ മുടിയെയും ഉസ്താദിനെയും എതിർത്താൽ അവന്റെ ആഖിബത്ത് സൂക്ഷിച്ചോട്ടെ, ആഖിറം സൂക്ഷിച്ചോട്ടെ, നരകത്തിലെ വാസസ്ഥലം അവൻ കരുതിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കും. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഉസ്താദാണോ ലോകത്തെ ഏറ്റവും വലിയ മഹാൻ? കാന്തപുരം ഉസ്താദ് എന്നാ അതേപോലെ തന്നെയല്ലേ ഞാനും മഹാൻ തന്നെയല്ലേ? അതേ ജാലിയവാല കൊടുത്ത 3 മുടിയാണ് കാന്തപുരത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ 2 ബാക്കിയുള്ളൂ, 1 മറ്റൊരാളെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ എനിക്ക് തന്ന 3 എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ഈ പ്രദേശത്തെ SSFകാരോട്, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ SSFകാരാ, എന്റെ കയ്യിലുള്ള മുടി പോരെ നിങ്ങൾക്ക് തെളിവിന്? പോരെ? എന്നാൽ വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിലുള്ള മുടി നമുക്കൊന്ന് പരിശോധിക്കാം. അല്ല, നിങ്ങളൊരു കത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കത്ത് കൊടുക്കൂ, രാമന്തളിയുടെ കയ്യിലുള്ള മുടി പരിശോധിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് പരിശോധിച്ചാൽ ജാലിയവാല കൊടുക്കുന്നത് മുഴുവൻ വ്യാജമാണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ന് മർക്കസിലുള്ള മുടി വ്യാജമാണെന്ന് തെളിയാൻ പറ്റുന്ന തെളിവുകൾ പോലും കൊണ്ടു തന്നുകൊണ്ടൊരു ചർച്ചയ്ക്ക് ഞാനിവിടെ തയ്യാറാണ്. SSFകാർ തയ്യാറുണ്ടോ? ഔദ്യോഗികമായാണ് വെല്ലുവിളിക്കുന്നത്. സംഘടനയ്ക്ക് വേണ്ടി നിങ്ങൾ വരിക, വ്യക്തികൾ എന്ന നിലയിലല്ല വിളിച്ചത്. സംഘടനയ്ക്ക് വേണ്ടി വ്യക്തിക്ക് വരാം, SSFന് വേണ്ടി ഇന്നയാൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ലെറ്റർ പേഡ് കൊണ്ടുവന്നാൽ മതി. അങ്ങനെ വരുന്നുവെങ്കിൽ എന്റെ കയ്യിലുള്ള മുടി ഞാൻ കൊണ്ടുവരാം. കാന്തപുരം കൊണ്ടുവരട്ടെ, കൊണ്ടുവരുമെങ്കിൽ. ഇല്ലെങ്കിൽ എന്റെ അടുത്തുള്ളത് മാത്രം മതി. എന്നിട്ട് നമുക്ക് എല്ലാ പരീക്ഷണങ്ങളും നടത്താം. പക്ഷെ ഞാനും കാന്തപുരം തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. എന്താണ്? ആ മുടി ഞങ്ങൾ 2 പേരും ആര് പറഞ്ഞാലും കത്തിക്കൂല. അത് ഞങ്ങൾ 2 ആളും കത്തിക്കൂല. കാരണം ഞാൻ കത്തിച്ചാൽ എന്റെ തെളിവില്ലാതെ, കാന്തപുരം കത്തിച്ചാൽ മൂപ്പരെ കച്ചവടമില്ലാതെ. അതുകൊണ്ട് അതിന് ഞങ്ങൾ കിട്ടൂല. ബാക്കി എല്ലാ തെളിവുകൾക്കും ഞാൻ റെഡിയാണ്. മാത്രമല്ല, അടുത്ത വർഷം എന്തിനാ SSFകാരാണ് നിങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നത്? നേരെ എന്റെ വീട്ടിലേക്ക് വരൂ. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ മർക്കസിൽ നിന്ന് 1/2 കുപ്പി വെള്ളം കിട്ടുന്നത്, അല്ലെങ്കിൽ 1 കുപ്പി വെള്ളം? എന്റെ വീട്ടിലേക്ക് വന്ന ബക്കറ്റ് വെള്ളം വീതം ഞാൻ തരാം ഓരോരുത്തർക്ക്. ബക്കറ്റ് ഉണ്ടെന്ന് മതി. ബക്കറ്റ് അത്ര എന്റെ വീട്ടിലുണ്ടാവില്ല. കാരണം മുടിയുടെ നിങ്ങൾ അത്ര വലിയ മുടിയെന്നാ ഞാൻ കൊണ്ടുവന്നത്. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ മുടി പറയുമ്പോൾ സന്തോഷം ഉണ്ടാവുക. കാരണം എന്താ? അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാവാൻ കാരണം എന്താ? അവരുടെ കയ്യിലുള്ള എല്ലാ ഓയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടും 1 മീറ്ററോ 1/2 മീറ്ററോ ഒന്നും മുടി ഉണ്ടാവില്ല. പക്ഷേ ജാലിയവാല സൂക്ഷിക്കുന്ന മുടി 2.5 മീറ്ററാണ്. അപ്പൊ അവര് സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്ത് വേണമെങ്കിൽ ജാലിയവാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങും. ഒരു കെട്ടുണ്ടേ, ഉള്ള മുടിന്റെ കൂടെ കൂടി ഫിറ്റ് ചെയ്താൽ 2.5 മീറ്റർ മുടി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നില അടിച്ചു വരാൻ വേറൊന്നും വേണ്ട. അപ്പൊ ഈ നിലയിലുള്ള, അല്ലെങ്കിൽ ദാദ്രി ഓയിലിന്റെ മുതലാളി എങ്ങാനും ഇത് കണ്ടാൽ 40 കോടിയല്ല 400 കോടി കൊടുക്കും. അയാൾക്ക് പരസ്യത്തിന് പറ്റും.
ആ നിലയിൽ ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അയാളെയാണ് പറഞ്ഞത് കാന്തപുരത്തിന്റെ ഉസ്താദാണ്. ജീവിതത്തിൽ അയാള് ഒരു വക്ത് നിസ്കരിക്കുന്നത് 60 ദിവസത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് തന്നെയും കാസർഗോഡ് നിസ്കരിച്ചതാണ്. പിന്നെ അതിന്റെ ഒളു പോലും ക്ലിയർ അല്ലാതെ നിസ്കരിച്ചു. ഒറ്റ വക്ത കണ്ട് അസർ നിസ്കരിക്കുന്നത്, അത് ഒളു പോലും ക്ലിയർ അല്ല. ഈ മനുഷ്യനാണത്രേ ഹബീബിന്റെ തിരുമുടി സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത്. ഇയാൾ ആ റൂമിൽ ചെരുപ്പിട്ട് കയറിയിട്ട് അയാൾ സിഗരറ്റും വലിച്ചിട്ട് വരെ അതിനകത്ത് നടക്കും. ഇങ്ങനെ നടക്കുന്ന ഇയാളെയാണ് മാതൃകയാക്കി കൊണ്ടുവന്നിട്ട് ഇയാൾ കൊണ്ടുവന്നത് യഥാർത്ഥ മുടിയാണെന്ന് പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സിസഫുകാരാ, നിന്റെ മനസ്സാക്ഷി ഇതെങ്ങനെ കേൾക്കുന്നു? ഉണ്ടാക്കിയ സനത് വ്യാജമാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ എന്റെ കണ്ണുകൊണ്ട് ഇത് അയഥാർത്ഥമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് സത്യമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ SSFകാരോട് പറയാണ്, രാമന്തളിയിലെ മുഹമ്മദിനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും പോകണം. ഹൗദുൽ കൗസറിന്റെ അടുത്ത് നമുക്കെത്തണം. ഹബീബിൽ നിന്ന് നമുക്ക് ഹൗദുൽ കൗസർ സന്തോഷത്തോടെ വാങ്ങിക്കുടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഹബീബിന്റെ തിരുസവിധത്തിലേക്ക് പോകുമ്പോ ഹബീബ് ചോദിക്കൂലേ, ഹബീബിന്റെ അടുത്തേക്ക് നാം ഈ ഹൗദുൽ കൗസർ മോഹിച്ചുകൊണ്ട് ആ തിരുസവിധത്തിലെത്തുമ്പോ ഹബീബിന്റെ തിരുസഖാക്കളായ സ്വഹാബത്തിലെ പ്രമുഖരായ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും അലി റളിയല്ലാഹു അൻഹുമാ ഇവർ എല്ലാവരും അവിടെ ഉണ്ടാവൂലേ? അവർ ചോദിക്കും, മോനെ, ബോംബെയിലെ ജാലിയാവാല എന്ന മനുഷ്യന്റെ മുന്നിൽ പോയിട്ട് അയാളുടെ അടുത്ത് 2.5 മീറ്റർ നീളമുള്ള മുടി കണ്ടിട്ട് അത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അയാളുടെ കയ്യിൽ പല വേണ്ടാത്തരങ്ങളുമുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് എല്ലാം കണ്ണിൽ നേരിൽ ഞാൻ കാണിച്ചു തന്നിട്ട് എല്ലാം ബോധ്യങ്ങളുണ്ടായിട്ട് അവസാനം കേരളത്തിൽ വന്ന് പിന്നെയും അത് ഹബീബിന്റേതാണെന്ന് വിളിച്ചു പറയുമ്പോ, ജാലിയാവാലയുടെ കൂടെ കൂടണമെന്ന് വിളിച്ചു പറയുമ്പോ, കാന്തപുരം എന്റെ കയ്യിലുള്ളത് ഹബീബിന്റേതാണെന്ന് വിളിച്ചു പറയുമ്പോ, സൗന്ദര്യത്തിന്റെ ധാമമെന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്ന, സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പൂർണ്ണതയെന്ന് ഞങ്ങൾ പഠിപ്പിച്ചിരുന്ന, ഞങ്ങൾ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിരുന്ന ഞങ്ങളുടെ ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിലെ ഏറ്റവും പ്രധാന സൗന്ദര്യമായിരുന്ന തിരുമുടിയെ വികൃതമായൊരു രൂപം ചേർത്തി പറഞ്ഞിട്ട് ഹബീബിന്റെ രൂപത്തെ വികൃതമാക്കി മാറ്റിയ ഈ ജാലിയാവാലയെ കണ്ടിട്ടും എന്തുകൊണ്ടാ മോനെ നീ അവിടെ നിന്നത്, എന്തുകൊണ്ടാ സത്യം വിളിച്ചു പറയാതിരുന്നത് എന്ന് ഹബീബിന്റെ തിരുസഖാക്കൾക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്നോട് പറയില്ലേ, മോനെ മുഹമ്മദേ രാമന്തളി പൊയ്ക്കോ, ഹബീബിന്റെ സവിധത്തിൽ നിന്ന് നാട്ടി ഓടിക്കേണ്ടി വന്നാൽ എനിക്ക് മറുപടി പറയാൻ, കൈകൾ ഉയർത്താൻ പിന്നെ എവിടെയുണ്ട് സ്ഥാനം? ഒരുപക്ഷേ ഞാനിതൊക്കെ വിളിച്ചു പറയുമ്പോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒരുപക്ഷേ എന്നോട് കോപിച്ചേക്കാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മുഖം കറുത്തുരുണ്ട് എന്നെ ഒരുപക്ഷേ ശക്തമായി ദഹിപ്പിക്കും വിധം നോക്കിയേക്കാം. പേരോടിനൊരുപക്ഷേ എന്റെ പേര് കേൾക്കുന്നത് പോലും ചതുർത്ഥിയായേക്കാം. അതുപോലെ ഇവരുടെ കൂട്ടത്തിലെ നേതാക്കൾക്ക് എന്നെ കാണുന്നത് ഏറ്റവും വെറുപ്പുണ്ടാവാം, ഇവരുടെ പ്രവർത്തകർക്കും ഉണ്ടാവാം. പക്ഷേ ഞാൻ സന്തോഷിക്കുന്നു, സന്തോഷമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ഈ മുഖങ്ങളൊക്കെ കറുത്താൽ, ഈ മുഖങ്ങൾ ഹബീബിന്റെ തിരുമുടിയുടെ പേര് പറഞ്ഞാണ് കറുക്കുന്നതെങ്കിൽ ങ്ങളെ മുന്നിൽ വെച്ച് എനിക്ക് എന്റെ ഹബീബിനോട് പറയാൻ കഴിയും, ഹബീബേ, ഇഷ്ക് കൊണ്ടാണ് സത്യം വിളിച്ചു പറഞ്ഞത്, ഹബീബേ, അവിടുത്തെ പുഞ്ചിരിയൊന്ന് എനിക്ക് വേണം. ഇവരൊക്കെ വെറുത്തത് ഹബീബിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. എന്നെ ഒന്ന് പുഞ്ചിരിയോടെ ഒന്ന് നോക്കാൻ ഇവർ വെറുത്തതിന്റെ പേരിൽ, കാന്തപുരം വെറുത്തതിന്റെ പേരിൽ എന്നോടൊന്ന് പുഞ്ചിരിക്കാൻ ഹബീബേ ദയവുണ്ടാവണമെന്ന് പറയാൻ, ഹബീബേ ആ തൃക്കരങ്ങൾ കൊണ്ട് ഞങ്ങളെ ഒന്ന് പിടിക്കണേ ഹബീബേ. തുണയായ ആരുമില്ല, രക്ഷക്കാരുമില്ല. അവിടുന്ന് കൈപിടിച്ചാൽ തട്ടിമാറ്റാൻ പറ്റുന്ന കൈകൾ മറ്റൊന്നുമില്ല, മറ്റാരുടെയില്ല. അവിടുത്തെ കൈപിടിച്ചാൽ പിന്നെ തട്ടിമാറ്റാൻ പറ്റുന്നവരില്ലെന്നതുപോലെ തന്നെ അവിടുന്ന് കൈപിടിച്ചില്ലെങ്കിൽ പിന്നെ കൈപിടിക്കാൻ പറ്റുന്നവരാരുമില്ല. അതുകൊണ്ട് ഹബീബേ, അവിടുത്തോടുള്ള ഇഷ്ക് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. സ്വീകരിച്ചാലും അവിടുന്ന് ഞങ്ങളുടെ കരങ്ങളൊന്ന് പിടിച്ചാലും ഹബീബേ, ദുർബലരായ ഞങ്ങളെ ശക്തരാക്കിയാലും ഹബീബേ, അവിടുത്തോടുള്ള ഇഷ്ക് കൊണ്ട്, ഹബീബ് തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് ഞങ്ങൾ പറഞ്ഞ വാക്കുകളിൽ വല്ലതും അധികമായി പോയെങ്കിൽ അള്ളാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ. ഞങ്ങളെ ഇഷ്ക് കൊണ്ട് നീ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഷഹർ മുബാറക്കിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇരുലോക ജീവിതവും നീ വിജയിപ്പിച്ചു തരണേ റഹ്മാനെ. ഷഹർ മുബാറക്കിനെ ഒരുപാട് തവണ കാണാനും
ഹബീബിന്റെ തിരുസന്നിധിയിലെത്താനും ഞങ്ങൾക്ക് നീ ഭാഗ്യമേറ്റി തരണേ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.